റെക്കോർഡ് ഓക്കെ ನನ್ನ ವಿಷಯ ಅಂದ್ರೆ ಚೆನ್ನಲ್ಲ ಮೈನ್ ಅಂದ್ರೆ ಚೆನ್ನಂಗ ನಾನು ನಿങ്ങളുടെ ಮುಸ್ಲಿಂ ಸಮುದಾಯದಲ್ಲಿರುವ ಶಿರ್ಕ್ ಕ್ಯಾಸೆಟ್ ನೋಕಿ ಓಕೆವಾ ಅದ್ರಲ್ಲಿ ಮೈನ್ ನನ್ನ ಕ್ವಶನ್ ಚೆನ್ನಂಗ ನಿಂಗೆ ಅದ್ರಲ್ಲಿ ಟೊಪ್ಪಿ ಬೆಚ್ಚಿದಾರ ಆ ಟೊಪ್ಪಿ ಬೆಚ್ಚಿದ ಲಕ್ಷಣ ಅಂದ್ರೆ ಅದು ಫಸ್ಟ್ ಬರ್ತಾವ ಟೊಪ್ಪಿನ ಲಕ್ಷಣ ಅಂದ್ರೆ ಸುನ್ನತಾയിട്ട് നിങ്ങൾ കണക്കാക്കലാറാ അല്ല ഭൂരിപക്ഷത്തിൽ കണക്കാക്കലാറാ എന്ന് ಟೊಪ್ಪಿ ನಾನು അറിഞ്ഞോടത്തോളൂ സുന്നത്തായിട്ട് കണക്കാക്കുന്നു കണക്കാക്കുന്നു അപ്പൊ നിങ്ങൾ വെച്ച ഉദ്ദേശം അത് ഞാൻ ബാൻ മാപ്പ ബേക്കിനെ ബാൻഡാത്തപ്പ ബേക്കില്ല ജസ്റ്റ് ആസ് എ ഡ്രസ് ജസ്റ്റ് ഡ്രസ് മാത്രം നിങ്ങൾ ഷോക്ക് മാത്രം ഷോട്ട് நான் சொல்லுது நான் சொல்ற ஒரு ட்ரெஸ்ற பார்ட் ஐத்து நான் உதாரணம் ஸ்பெஷல் எனக்கு இது ஏச்சு அடிக்குது தலை அப்ப நான் பீக்குது ಚಮ್ಮ ಚೂಡ ಅವ್ರ ಉದಾಹರಣೆ ನಾ ಅಪ್ಪ ಎಡ್ಕದು ಅದ್ರ ಐಕಾಯ್ತು ಮಾತ್ರ ಅപ്പൊ ಅದ್ರೆ ತೀರ್ಥ ನಂಡೆ ಉದ್ದೇಶ ಅಂದ್ರೆ ಜನಂಗೆ ನಾನು ಸುನ್ನತನ ಕಣಕಾಕಲ್ಲ ಸಹಿ ಮುಸ್ಲಿಂ ಹದೀಸ್ ಉಂಟು ನಿರ್ಸಲ ನಂಗೆ ತೊಪ್ಪಿ ವೆಚ್ಚದು ಅದ್ರ ಮೇಲೆ ಮುಂಡಾಸ್ ವೆಚ್ಚದು ಹದೀಸ್ ಉಂಟು ನಿಂಗೆ ಒಬ್ಬ ಕೇಕು ಹದೀಸ್ ನಂಬರ್ ಕೇಕು ನೋಡ ಹಂಗೆ ನಂಗೆ ನಾನು ತಂದೆ ಅಲ್ಲ ನಾನು ನಂಡೆ ಇದು ಚಂದ ಓಕೆ ನಿಂಗಲ್ಲ ಇದು ಚೆನ್ನ ಅದೇ ನಂಡೆ ಮೈನ ಉದ್ದೇಶ ಅದೇ ನಿಂಗಲ್ಲ ಇದು ಚೆಲ್ಲದು ನಂಡೆ ಉದ್ದೇಶ ನಾನು ಚೆಲ್ಲದು ಚೆನ್ನಂಗೆ ನಾನು ಸುನ್ನತಾയിട്ട് ಕಣಕಾಕಲ್ಲ ಅಪ್ಪ ನಿಂಗೆ ಸುನ್ನತ ಚೆನ್ನಂಗೆ ಅಂದ್ರೆ ಚೆನ್ನಂಗೆ ಉಂಟಲ್ಲ ನಾನು ಮೈನ್ ಎಲ್ಲ സാധാരണ ഗ്യാസൊക്കെ കേട്ടിട്ട് ചെന്നെങ്കിൽ ഞങ്ങൾ ടൊപ്പിയുടെ സുന്നത്തായിട്ട് കണക്കാക്കില്ല ഞങ്ങൾ അത്ര വിദാത്തായിട്ട് കണക്കാക്കില്ല വിദാത്തായിട്ടും ചെന്നങ്ങ ഉള്ളാറ് പിന്നെ സുന്നത്ത് ഇല്ലാണ്ട് ചെന്നങ്ങ അതിന് നിങ്ങൾ പ്രൂഫ് കാട്ടും ഏത് ഒന്നാമത്തെ സഹീഹ് മുസ്ലിമൊന്നും അങ്ങനെ പറഞ്ഞ ഹദീസ് സുന്നത്തും ചൊന്തു ആ ഹദീസ് അടിസ്ഥാനത്തിൽ തൊപ്പി വയ്ക്കൽ സുന്നത്ത് അല്ലെങ്കിൽ ഇന്ന തലമറക്കൽ സുന്നത്ത് ഇപ്പൊ റായത്തിങ്ങനെ ചൊന്നി സാധാരണ നടക്കല് തലമറക്കൽ സുന്നത്ത് അങ്ങനെ തൊപ്പി ഗിപ്പി എന്തും ഇല്ല തൊപ്പി എവിടുത്തോണ്ടെങ്കിൽ കാലി ഒരു പുല്ലൂര് എന്തിരെല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പൊ പല്ല് നിങ്ങൾക്ക് ഇവിടെ റായത്തെ പല്ലിൽ എന്തിരെല്ലാം അത് വെച്ചിട്ട് കേട്ടൻ ചൊല്ലുന്നത് അത് തലമറക്കൽ സുന്നത്തുണ്ട് അപ്പൊ ഒന്നാമത്തെ ഒന്ന് ഈ മുസ്ലിയാക്കന്മാർക്ക് വിഷയം ക്ലിയർ ഇല്ല തൊപ്പി വയ്ക്കൽ സുന്നത്താ തലമറക്കൽ സുന്നത്താ ഓർക്ക ചൊല്ലാർ തല അപ്പൊ അവർക്ക് തുവാലിട്ട് ഓർക്ക തട്ടിട്ട് ഇപ്പൊ നിങ്ങൾ ചെന്ന് തൊപ്പി വെച്ചത് ഹദീസ് ഉണ്ട് ആധാറുണ്ട് തൊപ്പി വെച്ചിട്ട് എന്റെ മൈൻ അവിടെ ഉദ്ദേശം അത് നിങ്ങൾ അത്ര ഇതൊക്കെ മൈൻ അത്ര ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങൾ തലമറക്കാം അത് ഏത് രൂപ കൊണ്ടായി ആണിക്ക് തലമറക്കൽ അവിടെ പോയിന്റിലോട് ആണിക്ക് തലമറക്കൽ സുന്നത്ത് ಅಲ್ಲ ನಿಸ್ಕಾರ್ಥ ಅವರ ಭಾಗ ಇಬಾದತ್ತರ ಭಾಗ ಚೊಂತು ಬನ್ನದಾಯ ಹದೀಸ್ ಇಬಾದತ್ತರ ಭಾಗ ಅಲ್ಲ ನಾನು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಟೊಪ್ಪಿ ಬೆಚ್ಚದು ಐಡೆ ಮೇಲೆ ಮುಂಡಾಸ್ ಕಟ್ಟದು ಐಡೆ ಮೇಲೆ ಸಾಲ ಇಟ್ಟ ಹದೀಸ್ ಅದೇ ರಸೂಲುಲ್ಲಾಹ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ചട്ടിട്ടു ഡ്രസ് ചട്ടിട്ടു അതിൽ പിന്നെ മുണ്ടുടുത്തു അല്ലെങ്കിൽ പൈജാമ ഇട്ടിട്ട് വന്നത് നാങ്ക പാൻറ്റും ചട്ടിട്ടു അപ്പൊ സുന്നത്തല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ മാത്രമല്ല നിസ്കാരത്തിലും ബാക്കി ടൈമിലും എന്തിനാക്കോ എനിക്ക് തങ്ങളെ ഡ്രസ് എന്തിനായിട്ടിಂತ ആ ഡ്രസ് പെർമനന്റ് ഒന്ന് ആ പക്കടി അല്ലെങ്കിൽ തൊപ്പിയേറ്റിക്കു ആ കേടത്തിൽ എങ്കിലും ആ എഗ്രി ആവുന്നത് നിങ്ങളെ തൊപ്പിയേറ്റിക്കു നിങ്ങൾ ചൊന്നെങ്കിൽ ഓക്കെ അപ്പൊ കൂടെ അതിൽ തലമറക്കലുണ്ട് എടുത്തങ്ങുള്ളാണല്ലേ ഈ തലമറക്കലുണ്ട് എടുത്ത പിന്നെ ഏതാവട്ടെ ഒരു ഫിഖിൽ ബന്ത് വേണം ഒന്നാ ഷാഫി മദബറ ഫിഖിൽ അല്ലെങ്കിൽ ഏതാവട്ടെ ഒരു പണ്ഡിതന്മാരെ ഫിഖിൽ ബന്ത് വേണം എന്നിട്ട് ആണിക്ക് തലമറക്കൽ സുന്നത്ത് അത് നിസ്കാരത്തിലാവട്ടു നോമ്പിലാവട്ടെ അല്ലെങ്കിൽ ജനറലി തലമറക്കൽ സുന്നത്തിന്റെ പറഞ്ഞേ അതുണ്ടാ അതിന് ആധാരമുണ്ടാ ആധാരം നിങ്ങൾക്ക് നാട്ടാക്കാം അങ്ങനല്ല ഞാൻ ഇപ്പൊ കാട്ടോന്ന് ചൊല്ലറല്ല அதுக்கு ஆதார் உண்டு அங்கனேன்ட்டு நீங்க சொல்றாரா அது நீங்க சொல்றோம் நான் இப்ப நீங்க ஆதார கொம்பரு கேட்கிறேன் நானும் கோந்தில்ல நீங்களும் கோந்தில்ல நான் சொல்றதல்ல தலைமறக்கல் சுன்னத் இப்ப நீங்க சொல்ற தொப்பி இப்ப எல்லாம் போட்டுரும் ஏன் நீங்க தலைமறக்கும் அப்ப அது அல்லாஹ்வுடைய எதிரில் நிக்குமத்து ராஜாதி ராஜனாய ரப்புர எதிரில் நிக்குமத்து ആ നാരെ പുല്ലുരിട്ടിട്ട് നങ്ങ நான் சொல்ல பாயிண்ட் മനസ്സിലായിട്ടാ മുഹമ്മദ് ഭായി அப்ப நக்கு நீங்க எந்திர வேணும் நீங்க இப்ப சுன்னத்துன்னு சொல்றீங்களே அப்ப தலைமறக்கல சுன்னத்துன்னு நீங்க ஆதாரம் தரணும் அது தொப்பி out ಎಂದು ಓಕೆ ಅದು ಅಗ್ರಿ ನಾನು ಏಟೆಡ್ತಲ್ಲ ನಾನು ಓಕೆ ಓಕೆ ಏಟೆಡ್ತಲ್ಲ ಓಕೆ ನೀವು ಅದು ಕಮೆಂಟ್ ಓಕೆ ಇನ್ಶಾಅಲ್ಲಾ ಏದು ಫಿಖ್ಲ ಅಲ್ಲ ಹದೀಸ್ ಅಲ್ಲ ನೀವು ಕೊಂಡು ಹದೀಸ್ ಅದು ನೋಡ್ರ ನಾನು ಹದೀಸ್ ನಂಬರ್ ನಾ ಚೆನ್ನ அப்ப நீங்கள டியூட்டி ಅಂದ್ರೆ சொன்ன நக்கு நீங்க கிளியர் ஆக்குறது இனி ನೆಕ್ಸ್ಟ್ ஒரே பாயிண்ட் தலைமறக்கல சுன்னத் நிஸ்காரத்துல ஒண்ணா ഞങ്ങളെ സാഫി മാലികി മുഹമ്മദ് ഹദീസ് ನಾ ತಂದ ಇನ್ಶಾಅಲ್ಲಾ ಓಕೆ പിന്നെ രണ്ടാമത്തെ എന്താ തൗഹീദ് ഷിർക്കിന്റെ ഇടയിലുള്ള മാനദണ്ഡ എന്ത് തൗഹീദ് ഷിർക്ക് ചൊല്ലാറല്ല ഇപ്പൊ ಉದಾಹರಣಕ್ಕೆ ಎಂದ್ರಂಗೆ ಒಂದು ನಂಗೆ ಎಂದ್ರಂಗೆ ಒಂದು ನೋಕಿಯನ್ನು ಚೆಲ್ಲುವುದು ಅದ್ರ ನಕ್ಕ ನಿಂಗೆ ನಾನು ನಿಂಗೆ ಇപ്പൊ ಎಂದ್ರಂಗೆ ಒಂದು ಸಲ ಹಾಕ್ಯಾರೆ
അപ്പൊ ഞാൻ അതിൽ നിങ്ങൾ കണക്കാക്കാം അതൊന്നാ തൗഹീദ് അല്ലെങ്കിൽ ഷിർക്ക് നോക്കണം മട്ടില് ഇപ്പൊ ധാർമ്മികമായ ചർച്ച ചൊല്ലുമ്പോൾ അത് വാസ്റ്റ് ഉദാഹരണം നിങ്ങൾ ഒരു സബ്ജക്ട് തരണം ഇതേ ഹൈദരാക്കാൻ ഞാൻ എനിക്ക് ഇത്തരം ഇന്നേ നേരത്തെ ഇന്ന മോത്ത് കിട്ടേ നിങ്ങളെ നടുവിലുള്ള സബ്ജക്ട് ഉണ്ടല്ലോ അത് തൗഹീദ് അല്ലെങ്കിൽ ഷിർക്ക് ഇതൊരു സബ്ജക്ട് നക്ക് ചർച്ച ആക്കും അതിൽ തൊപ്പി കിപ്പി എന്തും നടുവ് പറവില്ല അങ്ങനെ നക്ക് എന്താക്കാം അതിൽ പഠിച്ചിട്ട് അതുപോലെ ആധാരബാനം കൊമ്പറല്ല അറ്റ്ലീസ്റ്റ് പഠിച്ചു പറ നിങ്ങൾ ചൊന്ന വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാന് നിങ്ങളൊരു സീഡി നോക്കിയത് ആ സീഡിയുടെ വിഷയത്തിൽ നക്കത്തിൽ കേൾക്കും ആ സീഡില് നാ ചൊന്ന അല്ലല്ല ആ സീഡില് നാ ചൊന്ന ഇന്നേ പൽക്ക ഖുർആനിക ഹദീസിന് വിരുദ്ധ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലുള്ള ഷിർക്ക് ചേർത്ത് നിങ്ങൾ ചെന്നത് അത് അങ്ങനത്തെ ഒരു ഷിർക്ക് ഇല്ല അത് നിങ്ങൾ എവിടെ ഉണ്ടോ നീ ആ കാസറ്റിന്റെ വിഷയത്തിൽ കേൾക്കണമല്ലാത്ത നീ ഇപ്പിടി വിശദമായിട്ട് ഇപ്പൊ നാളെ കേൾക്കാറ് ഇവന് ചെറിയ ബുക്ക് എഴുതല്ല നിങ്ങൾ ഇഷ്ടാക്കൂ അതല്ലല്ലേ അങ്ങനെ അതാണ് ഹദീസിൽ എത്ര ഹദീസ് ಬಂದ್ರೆ അത് അതല്ല അങ്ങനെ കേൾക്കുക ഞാൻ അങ്ങനെ കേൾക്കും കേൾക്കില്ല ನಾನು ಈ ಪಾಯಿಂಟ್ ಎಡ್ತಿಡೋಗ ಕಾರಣ ಎಂದ ಚೆನ್ನಗುಂಡಲ್ಲ ನಿങ്ങളെ ಕ್ಯಾಸೆಟ್ ಉಲ್ಲೇ ವಿಷಯത്തിലെ ನಾನು ಎಡ್ತಿಡೋ ಕಾರಣ നിങ്ങൾ ചൊല്ലರು എഡ്തിടോക്കെ കാരണ ശിർക്ക് ഇത്തരം ശിർക്ക് അല്ലാഹു അല്ലാഹ് തങ്ക ആരാധിച്ചെങ്കിൽ അത് അവന്റെ ഉലൂഹിയത്തിലാവത്തു അസ്മാഉ സിഫാത്തിലാവത്തു റുബൂബിയത്തിലാവത്തു അവനുക്ക് ഷരീക്കാക്കെങ്കിൽ ശിർക്ക് ಬಂತು ഷരീക്കാക്കി ശിർക്ക് ಬಂತು അത്ര ശരീക്കാത്തിൽ ചൊല്ലും അല്ലാഹുക്ക് ഏതാ ഒಟ್ಟು ഒരെണ്ണത്തിൽ ഷരീക്കാക്കെങ്കിൽ ശിർക്ക് ಬಂತು ശിർക്ക് ಬಂತು അത്ര ശിർക്ക് ಬಂತು ആക്ച്വലി ഇതേ അല്ലേ ഇതേ പോയിന്റ് അല്ലേ നിങ്ങളത് ഇപ്പൊ ഈ പോയിന്റ് ഇതിപ്പോ നിങ്ങൾ ചൊല്ലണ്ടായി അപ്പത് ചൊന്നാറ് ഞാൻ നിങ്ങളെ പൽക്ക കേടുത്തി അതിന് ആധാരത്തിൽ ഞാൻ ചൊന്നോണ്ട് പോവേ ചൊന്നല്ലേ ഞാൻ പഠിച്ചോ തൗഹീദ് ഷിർക്കിടെ ഏതുണ്ടല്ല എല്ലാ ആലിമുകളെ ഗ്രന്ഥ എടുത്ത് നോക്കോ അങ്ങേക്ക് ഒരു മാനദണ്ഡ കൊടുത്തതാണ് തൗഹീദ് ആ മാനദണ്ഡ ഇത് അപ്പൊ നിങ്ങ ആ മാനദണ്ഡത്തിന് വിരുദ്ധ പൽക്ക പറഞ്ഞിടാം ആ കാസറ്റ് നിങ്ങൾ എന്താക്കണോ നിങ്ങ ക്യാൻസൽ ആക്കണം അല്ല ആ സീഡിലുള്ള നിങ്ങൾ പിൻവലിക്കണം നിങ്ങൾ ഞാൻ നോക്കിയാവരെ ഓക്കെ അതേ വിഷയത്തിൽ നാ പണ്ട അപ്പൊ നിങ്ങൾ ചെന്നാറ് മൊഹിയദ്ദീൻ റാത്തീബ് എടുക്കുന്നത് അത് മൊഹിയദ്ദീൻ ഷേഖ് ഉള്ള ഇബാദത്ത് അത് ഷിർക്ക് ചെന്നത് നിങ്ങൾ ആ ക്യാസറ്റിൽ ചെന്നതാ അപ്പൊ മൊഹിയദ്ദീൻ ഷേഖ് നിങ്ങൾ റാത്തീബ് ചെല്ലാം ആ റാത്തീബ് ഷിർക്ക് ചെന്നത് നിങ്ങൾ ഏത് വിഷയത്തിൽ കണക്കാക്കിയാറ് ഞാൻ വന്നയക്ക് ഞാൻ പോയിന്റ് കേട്ടേ അതേ നക്ക് പിടിയായത് ഹക്ക് പിടിയായത് ഞാൻ എടുക്കര് അതേപോലെ ഞാൻ ഒരു ആശിക്കര് നിങ്ങൾക്ക് അതിൽ എന്താവട്ടെ ഒരു ഹക്ക് പിടിയായി നിങ്ങൾ അതിനെ സ്വീകരിക്കൊണ്ട് നിങ്ങൾക്ക് മുട്ടേ അപ്പൊ മൊഹിയദ്ദീൻ റാത്തീബ് നാണ് മനസ്സിലാക്കിയോളൂ ഞങ്ങളുടെ സമുദായത്തിലുള്ള അത്യന്ത നികൃഷ്ടമായ അതല്ല നിങ്ങൾ അതല്ല നിങ്ങൾ എന്റെ കേട്ടോണ്ടല്ലേ ഞാൻ ഇസ്ലാം പഠിച്ചോത്തോളൂ സമുദായത്തിലുള്ളതായ അത്യന്ത നികൃഷ്ട ഇതിന്റെ കൃഷിർക്കുണ്ടല്ലോ അത് ഈ മൊഹിദ്ദീൻ റാത്തീബ് എങ്ങനെയായിട്ട് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ മൊഹിദ്ദീൻ റാത്തീബ് എന്തിരെ ഏത് നിങ്ങൾ ചൊല്ലോ ഫസ്റ്റ് റാത്തീബ് നാ എടുത്താലല്ല എടുக்கிற ആൾ നിങ്ങൾ ഒപ്പോസ് ആക്കിற ആൾ നിങ്ങൾ ഞാൻ ചെന്നതിൽ ഷിർക്കല്ല അപ്പൊ ഷിർക്കല്ല ചൊത്ത് നിങ്ങൾ സാബിത്താക്കോ ನಾನು ಅದನ್ನ ಸಾಬೀತಾಕಿದೆ ಸಿಡಿಲಿ ನಾನು ಇನ್ನೊರ್ಗೆ ಎಕ್ಸ್ಪ್ಲೇನ್ ಹಾಕೋನುಂಟಿಲ್ಲ ಬ್ಯಾನ್ ನಾನು ಹಾಕುವೆ ನಾನು ಬ್ಯಾನ್ ಹಾಕುವೆ ನಿಂಗೆ ಇಪ್ಪ ಕೇಟುತ್ತೆ ರೀ ಆ ಕ್ಯಾಸೆಟ್ ಇನ್ನೊರ್ಗೆ ಕಾಪಿ ಹಾಕ್ಯವಲ್ಲ ಅವರು ನಾನು ಅದ್ರ ಚೆನ್ನದೇ ನಾ ಇನ್ನೊರ್ಗೆ ಚೆಲ್ರಿ അതിൽ നിങ്ങൾ ഇത് ചെന്നിട്ടില്ല നിങ്ങൾ ചെന്നിട്ട് അതിലെ റാത്തീബിന്റെ വിഷയത്തിൽ നിങ്ങൾ അതിലെ ഉദാഹരണം എന്തും എടുത്തിട്ടില്ല നിങ്ങൾ ചെല്ലാറ് ഇപ്പത്തെ നാളില് ആലിമിങ് എന്താക്കാറ് മൊഹിയദ്ദീൻ ഷേഖ് റാത്തീബ് പുരോഹിതന്മാര് ഓക്കെ എന്റെ തപ്പായോ ഓക്കെ ഓക്കെ അപ്പൊ എന്താ പറയുക മൊഹിയദ്ദീൻ റാത്തീബ് എടുക്കുന്നത് അത് മൊഹിയദ്ദീൻ ഷേഖുള്ള ഇബാദത്ത് അപ്പൊ അത് കടുത്ത ഷിർക്ക് അത് നിങ്ങൾ ചെന്നറ അപ്പൊ അത് കടുത്ത ഷിർക്കിന്റെ ചെന്തോ നിങ്ങൾ ഹൈദർബായ് നിങ്ങ എന്ത് ചെന്നിങ്ങനെ അതിന് പിടുത്തത്തിനാ ചെന്നിട്ടില്ല അത് നിങ്ങൾ മനുഷ്യന്മാർക്ക് വിസ്തരണാക്കി കൊടുക്കുന്നു എന്ത് ചെന്ന് ഇന്നിങ്ങനത്തെ ഹദീസില് ഇന്നിങ്ങനെ വിളിക്കുന്നത് ഷിർക്കായിട്ട് വന്നത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത് ഷിർക്കായിട്ട് വന്നത് അതൊക്കെ എന്താക്കും ഒന്നാ നിങ്ങൾ ഖുർആനിൽ തെളിവ് കാട്ടണം അല്ലാണ്ട് ജന്നാമത് ഹദീസിൽ തെളിവ് കാട്ടണം മൂന്നും ഇല്ലാണ്ടായെങ്കിൽ എന്താക്കണം ഖിയാസ് കാട്ടണം അതും ഇല്ലാണ്ടായെങ്കിൽ എന്താക്കണം നിങ്ങൾ ഇജ്മാ അവിടെ എടുത്തിട്ട് കാട്ടുന്നു അപ്പൊ എന്താക്കണം ചിന്തിക്കുന്ന മനുഷ്യന്മാര് അപ്പൊ അതിൽ എടുക്കാറ് ഇതങ്ങനല്ല ചിന്തിക്കാത്ത മനുഷ്യന്മാർ നിങ്ങൾ ചെന്നത് ചിലപ്പോൾ നിങ്ങൾ ചെന്നത് വിശ്വസിച്ചു പോർ അത് ഇല്ല ചെന്നില്ല ഞാൻ അപ്പൊ ನಾನು ಕೇಕೋ ಕಾರಣ ಎಂದು ಚೆನ್ನುವುದಲ್ಲ ಏಳು ಚೆಂತಲ್ಲಿ ಮೊಹಿದ್ದೀನ್ ಶೇಖ್ എടുക്കുന്നത് റാത്തീബ് അത് ಮೊಹಿದ್ದೀನ್ ಶೇಖ್ ഉള്ള ഇബാദത്ത് അപ്പൊ ഞാൻ എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണം ചെല്ല നന്റെ ഉമ്മ മരിച്ചു പോയി വിശ്വാസം ചെല്ല നന്റെ ഉമ്മ മരിച്ചിട്ടില്ല
ഓക്കെ, ഉദാഹരണത്തിന് നക്ക് വലിയ എന്തിനാ ഒന്ന് ബന്ധ തീക്ക് അല്ലെങ്കിൽ എന്തിനാ ഒന്ന് കാല് എന്തിനാ ഇതായിട്ട് നൊമ്പലായി അപ്പൊ നാ ചെല്ല യാ ഉമ്മ പടച്ചോന്റെ വിളിക്കുന്നത് അവിടെ ഞാൻ യാ ഉമ്മ. അപ്പൊ നിങ്ങൾ ചിന്ന അർത്ഥത്തിലാകുമ്പോഴത്തേക്ക് അതെന്തായിട്ട് കൂടെ ഞാൻ ഉമ്മടെ വിളിക്കുന്നത് ഉമ്മടെ റബ്ബാക്കി എനിക്കായിട്ട്. അപ്പൊ ഉമ്മടെ വിളി അത് ശിർക്കാവൂ. നിങ്ങൾ ഒന്ന് ഓക്കെമ്മ അത് ഒന്ന്. അതേപോലെ ഞങ്ങൾ എന്താക്കറ മൊഹീദ്ദീൻ ഷേഖിനെ വിളിക്കട. അപ്പൊ ഞങ്ങൾ മൊഹീദ്ദീൻ ഷേഖിനെ വിളിക്കുമ്പോൾ ഞങ്ങൾ മൊഹീദ്ദീൻ ഷേഖിക്ക് ഇബാദത്തിലുള്ള പങ്ക് ഞങ്ങൾ മൊഹീദ്ദീൻ ഷേഖ് കൊടുക്കില്ല. ഞങ്ങൾ മൊഹീദ്ദീൻ ഷേഖിനെ വിചാരിക്കുന്നത് ഞങ്ങൾ മൊഹീദ്ദീൻ ഷേഖ് റാത്തി എടുக்கிறെങ്കിൽ ഞങ്ങളല്ലേ മുസ്ബത്ത് എടുக்கிறെങ്കിൽ ഞങ്ങളല്ലേ ഞങ്ങളുടെ വിശ്വാസം എന്ന് വെച്ചാൽ മൊഹീദ്ദീൻ ഷേഖിനെ ഞങ്ങൾ അള്ളാഹ്ക്ക് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ബനാത്തുള്ളായിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹുടെ മോന് ചെന്നിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹുടെ ഒരു സിഫത്ത് മൊഹീദ്ദീൻ ഷേഖ് കൊണ്ട് ചെന്നിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല. അപ്പൊ ഏത് കണക്കിലാവുള്ളത് മൊഹീദ്ദീൻ ഷേഖിന്റെ റാത്തീബും മൊഹീദ്ദീൻ ഷേഖുള്ള ഇബാദത്ത്? ಉದಾಹರಣೆ ನಾನು ಇನ್ನೊಂದು ಎಕ್ಸಾಂಪಲ್ ಎಂದ್ರಿಕಲ್ಲ, ನಾನು ನೀವು ಇನ್ನೊಬ್ಬ ಗೊಂತ ಬೆನ್ನಟ್ಟು ಇನ್ನೊಂದು ಎಕ್ಸಾಂಪಲ್ ಇಲ್ಲ. ನಾನು ಒಂದು ಉದಾಹರಣೆ ದೇವಸ್ಥಾನത്തിൽ ನಾನು ഇങ്ങനെ ചുറ്റുപണ്ട നോക്കുന്ന കണക്കിൽ എന്താ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഞാനപ്പോ അവിടെ അമ്പലത്തിൽ ചുറ്റും അപ്പൊ ಐಂದವ ಓನ್ ಇರ್ಕಿರದ ಬುದ್ಧ ವಿವಾದತ್ತು ನೋಕ್ಕೂ നിങ്ങൾ വിചാരിക്കുക. പക്ഷെ ನಾನು നേരെ മറിച്ച് ನಾನು അവിടെ ಬಂದ್ರೆ എന്ത് ಬಂಡ ನಾನು ಇದು ಬಂಡ ಅಂದ್ರೆ റിയാദാക്കിടല്ലേ. ഉദാഹരണത്തിൽ ചെല്ലും ನಾನು അങ്ങനെ ആക്കുന്നുണ്ടില്ല. ഉദാഹരണത്തിൽ ചെല്ലും ನಾನು അവിടെ ಇದು റിയാദാക്കില്ല ಸುಬೇಕೆ ಅಂತಿಟ್ಟು ನಾನು ದೇವಸ್ಥಾನದ ചുറ്റും ಬಂಡ. ನನ್ನ ಉದ್ದೇಶ ಅಂದ್ರೆ ನಾನು ದೇವಸ್ಥಾನಕ್ಕೆ ಎಂದು ವಿಚಾರಿക്കുന്നു. ನಾನು ದೇವಸ್ಥಾನಕ್ಕೆ ഒരു ರೋಡ್ ಜನಕ್ಕೆ ವಿಚಾರಿಸಿಟ್ಟು ನಾನು ಅದರ ചുറ്റും ಬಂಡ. അപ്പൊ അത് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് എന്തിനാ അവിടെ ഇബാദത്ത് എടുത്തെടുക്കുക കാത്തിരങ്ങ ஐந்தவங்க എങ്ങനെ ചുറ്റു വന്നിട്ട് അങ്ങ് ഇബാദത്ത് എടുക്കാറായിരിക്കുക, ആ കല്ലുക്ക് ആരാധിക്കാറ് അല്ലെങ്കിൽ അങ്ങനെ ദേവസ്ഥാനത്തേക്ക് ആരാധിക്കാറ്. അതുപോലത്തെ നോക്കുന്ന വിഷയത്തിൽ അത് ആരാധന പണ്ട്. അപ്പൊ നേരെ മറിച്ച് നന്റെ ഉദ്ദേശം എന്തിനാ? നന്റെ ഉദ്ദേശം ನಾನು ಕಾಲಿ ನಕ್ಕ ಇದು ಎಂದು ಚೆಲ್ಲದಕ್ಕೆ ನಂದು ಉದ್ದೇಶ ತಡಿಕೋರು ಎಕ್ಸರ್ಸೈಸ್ ಮಾತ್ರ. ಆ ದೇವಸ್ಥಾನದ ಚುತ್ತು ನಕ್ಕ ಬೇರೆಯೋಡು പോവാ ತೊಂದರೆ. ನಾ ಉದಾಹರಣೆ ಎಕ್ಸಾಂಪಲ್ ಚೆನ್ನಿ ನಾ ದೇವಸ್ಥಾನದ ಚುತ್ತು ಮಾತ್ರ ಎಕ್ಸರ್ಸೈಸ್ എടുക്കുക. അപ്പൊ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അതെന്തിനാ ശരിക്ക്? പക്ഷെ നേരെ മറിച്ച് നക്കു നന്റെ റബ്ബു ಗೊಂತುಂಡು നന്റെ വിശ്വാസ റബ്ബു ಗೊಂತುಂಡು റബ്ബു ചെന്ന വിഷಯ ನಾನು ಅಂಗೀಕರಿಸವನ ಅಪ್ಪ ಅದೇ ಅಂದ್ರೆ ಶಿರ್ಕ್ ಆವಿಲ್ಲ. ಅಪ್ಪ ಆ ಬುದ್ಧಗೆ ഇബാദത്ത് എടുത്ത് ആവില്ല. ഇത് മൈൻ. അപ്പൊ ഞാൻ എന്തിനാ ഇത് മാത്രം എക്സസൈസ് മാത്രം എടുക്കില്ലേ? നിങ്ങൾ നോക്കണമെങ്കിൽ ചിലപ്പോൾ അത് ഇബാദത്തായിട്ടിക്കും ചെന്നെങ്കിൽ അതേ നാ ചെന്നില്ല. തൗഹീദ് ശിർക്ക് കണക്കാക്കുന്ന നോക്കുന്ന വിഷയത്തിലല്ല, അവന്റെ മനസ്സിൽ അത് എല്ലാ ആലിമിങ്ങ ചെന്നാറ് അവನು ഏതോന്ന് ಪ್ರತಿಯೊಂದು എന്തെല്ലാം വിചാരിക്കുന്ന ഏത് എടുക്കാനാ അതുകൊണ്ട് അവന്റെ മനസ്സിൽ എന്തിനു ഉണ്ടു, അവന്റെ മനസ്സ് അവൻ ഏത് കൊണ്ട് അംഗീകരിക്കുക. ഒന്ന് ഇബാദത്ത് എടുക്കുക അള്ളാഹു അർഹതപ്പെട്ട മൊഹീദ്ദീൻ ഷേഖ് ചെന്നിട്ട് ഞങ്ങൾ വിചാരിക്കാമ ഓക്കെ ശിർക്ക് നിങ്ങൾ ചെന്നേക്ക് യാതൊരു നന്റെ അടിസ്ഥാനം ഇല്ല. അല്ലെങ്കിൽ പടച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഗുണ മൊഹീദ്ദീൻ ഷേഖ് കൊണ്ടു അല്ലെങ്കിൽ ബദ്രിങ്ങൾക്ക് കൊണ്ട് ചെന്നിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കാമ ഓക്കെ കറക്റ്റ് ശിർക്കത് തളിച്ച ശിർക്ക് അല്ല നാ ചെല്ലില്ല. നേരെ മറിച്ച് ഞങ്ങൾ മൊഹീദ്ദീൻ ഷേഖ് വെറും ഒരു അള്ളാഹുടെ അടിമ. അള്ളാഹു അവനക്ക് അങ്ങ് കറാമത്ത് കൊടുത്തു, ആ കറാമത്ത് മുഖാന്തരം ഞങ്ങൾ സഹായിക്കാറ് അല്ലെങ്കിൽ ഞങ്ങൾ ഇതാക്കാറ് ചെന്നിട്ട് ഞങ്ങൾ ഉദ്ദേശം ചെയ്യുന്നെങ്കിൽ അവിടെ ശിർക്ക് ബണ്ടില്ല നാ ചെന്നിട്ടില്ല. ഒരു അതിമീര് നിങ്ങൾ ബണ്ട് ഉണ്ടായെങ്കിൽ നിങ്ങൾ അതിക്ക് പ്രൂഫ് കാട്ടും. ഓക്കെ ഇത്ര വിശവൽക്ക പറഞ്ഞു നക്കിതിൽ ഒന്നാമത്തെ ഈ അടിസ്ഥാനത്തിൽ കേൾക്കില്ല. ഇതിപ്പോ സാധാരണ മുസ്ലിയാക്കന്മാർ ആൾമാരെ തെരുത്തപ്പാട്ടൊക്കെ കൊടുക്കുന്നതായ ദുർവ്യാഖ്യാനം നിങ്ങൾ ചെന്നത് അത് നിങ്ങൾ അങ്ങനെ പലക്കെ കേട്ട് നിങ്ങൾ ചെന്നിക്കുവാറ്. ഓക്കെ, നിങ്ങൾ അത്ര അങ്ങനെ മനസ്സിലാക്കി തിക്കുവാറ്. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിൽ ഒരു എക്സസൈസ് പോലെ അല്ലെ ഞങ്ങളുടെ മനസ്സിൽ ശിർക്കില്ലേ, ഞങ്ങൾ അത് ഒരു മൊയ്തി ഷേഖിക്ക് അങ്ങനത്തെ ഒരു സ്ഥാനം കൊടുക്കില്ല, അള്ളാഹുക്കുള്ള ഒരു സ്ഥാനം കൊടുക്കില്ലേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം? ഒന്നാമത്തെ നക്ക് നിങ്ങൾ ചൊല്ലണം മൊഹീദ്ദീൻ റാത്തീബ് അല്ലെ മൊഹീദ്ദീൻ മാലയിൽ വന്നതായ മൊഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹിയുടെ പേരിൽ വന്നതായ ഓരോ ചില വിഷയം ഉണ്ടല്ലോ, അത് കുറേ സിഫത്തുണ്ട്. മൊഹീദ്ദീൻ ഷേഖ് അങ്ങനെ ആക്കിയത് ഇങ്ങനെ ആക്കിയത് അതിൽ അങ്ങനെ ചൊന്നെങ്കിൽ കുറേ വിഷയമുണ്ട്. ഈ മൊഹീദ്ദീൻ മാലരും നിങ്ങൾ അംഗീകരിക്കാറാ ഇല്ല? മൊഹീദ്ദീൻ മാല നിങ്ങൾ അംഗീകരിക്കാറാ ഇല്ല? അംഗീകരിക്കുമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുക? ഇല്ല നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കില്ല? നക്കത് ചൊന്ന് നക്കത് പിന്നെ ആൻസർ ചൊല്ലു നക്ക് ഈസി ആവും. മൊഹീദ്ദീൻ മാല ചെന്നെങ്കിൽ ഞങ്ങളെ ആലിമിങ്ങൾ സ്വഹയായിട്ട് അംഗീകരിച്ച് മാല ഇൻഷാല്ലാ ഞാൻ അംഗീകരിക്കാം. ഓക്കെ ചെന്നെങ്കിൽ ഇപ്പൊ ചെന്നെങ്കിൽ മൊഹീദ്ദീൻ മാല ചെന്നെങ്കിൽ ഇപ്പൊ പല വിധത്തിൽ കിതാബ് വഴിയ പുറത്തു വന്നു. അത് വിഷയമല്ല, നിങ്ങൾ അംഗീകരിക്കുന്നത് ഒന്നിക്കോല്ലേ, ഒന്നാ രണ്ടാ മൂന്നാ ലേറ്റസ്റ്റ് ആവട്ടെ. അപ്പൊ അതിൽ നിഷേധിക്കുന്നത് ഏതാവട്ടുണ്ടാ? ഇപ്പൊ ലേറ്റസ്റ്റ് വന്നോണ്ടുണ്ട് പുതിയ ലേറ്റസ്റ്റ് ചെന്നെങ്കിൽ ഞങ്ങ ഇറക്കിണ്ടില്ല. ഐക്ക് ബാൻഡാത്ത ശിർക്കിടെ വാചകം കൂട്ടിട്ട് ഇറക്കിയിട്ടുള്ള അത് നിങ്ങൾ അംഗീകരിക്കില്ല.
ആക്കിಲ್ಲ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ನಾನು ನೋಡ್ಕೊಂಡು അങ്ങനെ ഏതാവട്ടെ ഇതാണ് ഉദാഹരണം. നിങ്ങൾ ഒരു മൂലത്ത് കിതാബ് കൊടുത്തിട്ട് നിങ്ങൾ കാട്ടിയാറ് ഇതിനുള്ള മുഹമ്മദ് ನಾನು ನಿಂಗೆ ಪಲ್ಕ ಕ್ಲಿಯರ್ ನಕ್ಕು ஒரு ಸಂಶಯ ಇಲ್ಲ നിങ്ങൾ சொல்றது ನಾನು சொல்றேன் முகமதாக்கா. அப்ப അങ്ങനെ ചിലപ്പതിൽ ശിരിക്ക് നോക്കണം അവർ നിങ്ങൾ சொல்றாரு. അങ്ങനെ ഇന്നതേത്ത് ഏതാവട്ടെ ഒരു ശിരിക്കിന്റെ നിങ്ങൾ അനുഭവം വന്നറ മൊയ്യദ്ദീൻ മാലല് ഏതാവട്ടു ഇത് അല്ലാഹു ഇത്രത്തോളം ലേറ്റസ്റ്റ് ആവട്ടു പലേದಾವಟ್ಟು പുതിയದಾವಟ್ಟು ഏതും ಬಂತಿಲ್ಲ. അപ്പൊ ಎಲ್ಲ നിങ്ങൾ ಅಂಗೀകരിക്കുക ಸದ್ಯಕ್ಕೆ ಎಲ್ಲ നിങ്ങൾ ಅಂಗೀകരിಕ್ರಿ. ಇನಿ ಬಂದಂಟ ಕಾಣಾಟ നിങ്ങൾ சொல்றேன் ഇത്രത്തോളം ಬಂದೆ ಮೊಹಿಯುದ್ದೀನ್ ಮಾಲೆಲಿ ಜಂಡ ಮೂನೊಂಡು ನಕ್ಕು ಕೂಡ ಬಿಡ್ಲಿ ಎತ್ತರುಂಡು ఆయన ನಂಗೆ ಕೇಟ್ರೆ ಕ್ಯಾಸೆಟ್ಲು ಕೇಟ್ರೆ പലേതുണ്ടു പുതിയതുണ്ടു ഇങ്ങനെ കുറെ ഉണ്ട് റെക്കോർഡിംഗ്. അപ്പ അതില് നിങ്ങൾ അംഗീകരിക്കാത്തത് ഏതാവട്ടുണ്ടാ ಅಂಗೀಕರಿಸಿ ನಾನು ನೋക്കി ಹೋಗ್ತಲ್ಲ ಇಲ್ಲ ಚೆನ್ನಂಗೆ ಇನ್ನು ಹೊರತು ಮಾತ್ರ ಮುಜಾಹಿದೀನ್ ಆಯ್ಕೆ ಕೇಂದ್ರಂಗೆ ಸೇರಿಸುವ ಬಿಟ್ರಾರ ಅದು ನಂಗೆ ಅದೇ ಸೇರಿಸಿ നിങ്ങൾ ಅಂಗೀകരിക്കില്ലല്ലേ? ഇത്രത്തോളം ബന്നതിൽ ഏതാവട്ടെ മുജാഹിദീൻ സേർപാട്ടിയത് ഇത് ಅವರು ഇത്രത്തോളം ബന്നതിൽ ഇത് മുജാഹിദീൻ ഉണ്ടാക്കിയത് ഇത് സുന്നിങ്ങ വിശ്വസിക്കൂ സാധ്യമേ ഇല്ല. ഇത് നേരೈತಿದು ബാക്കിನಂಗ ಆರ ಕೂಟಿയത് ಅಲ್ಲ ಯಹೂದಿಗೆ ಮಾರ ಕೂಟಿയത് ಚೊಂಚುಲು നിങ്ങൾ ಅನುಭವಕ್ಕೆ ಏದಾವಟ್ಟ ಬಂದ್ರ ಇಲ್ಲ ಬಂದಿಲ್ಲ ಕಾಡಿಲ್ಲ ನಂದೆ ಮೈನ್ ಅಪ್ಪ നിങ്ങൾ സത്യത്തിಗೆ ഉള്ള എല്ലാ മുഹയ്യിദ്ദീൻ മാല നിങ്ങൾ അംഗീകരിക്കില്ല. എല്ലാ മുഹയ്യിദ്ദീൻ മാല ചെന്നിട്ടില്ല ഞങ്ങളെ ആലിമിങ്ങ സ്വഹയായിട്ട് അംഗീകരിച്ച എന്ത് കേട്ട് നിങ്ങൾ ചൊന്നാറ് മൊയ്യദ്ദീൻ ശേഖർ നങ്ങ വിളിക്കര ഉമ്മറെ വിളിച്ച പോലെ ഏതുപോലെ കിടാവ് പോലുമോ എന്താവട്ടെ കാലുമ്പോൾ മനക വിളിക്കിற അതുപോലെ മൈത്തിക്കര് നങ്ങ എന്താക്കറ് നങ്ങ. അപ്പൊ ഞാനത് കേട്ട് ചൊന്ന ഉമ്മ മാല അബ്ബ മാല ഉമ്മ റാത്തീബ് അബ്ബ റാത്തീബ് ഉണ്ട് അവിടെ എഴുതിയിട്ടില്ല. ഉമ്മറ പേരിൽ ചോറ് ഉമ്മറ പേരിൽ റാത്തീബ് ഉമ്മറ പേരിൽ എന്തും ഇല്ല. അപ്പൊ മൊഹിയുദ്ദീൻ ശേഖർ പേരിൽ ഉണ്ടുണ്ട്. അത് ഇക്കോ കാരണം എന്താ? അത് ഒന്നാമത്തെ നാണിപ്പോ ഒരു മുസ്ലിം ആയിട്ട് ഇങ്ങനെ വളർന്നോട്ട് പറമ്പത്തു ഖുറാൻ നക്കി കിട്ടു ഹദീസ് കിട്ടു അതുപോലെ എല്ലാം കിട്ടും അവിടെ ഉള്ളത് ഒരു വിശ്വാസിക്ക്. അതിപ്പോ ചിലപ്പോ ആൽമ അങ്ങ് അംഗീകരിക്കുമയോ അല്ല നാൻ അംഗീകരിക്കാതെ പരസ്പര അഭിപ്രായ വ്യത്യാസിക്കും. അപ്പൊ അതില് ഉദാഹരണക്ക് രണ്ട് മൂന്ന് മൂത്ത് ഇപ്പൊ റാത്തീബു നാ ചൊന്നല്ല അത് പിന്നെ വേണ്ടേ. റാത്തീബ് മൊയ്യദ്ദീൻ ശേഖർ റാത്തീബ് മനുഷ്യന്മാർ എടുക്കുള്ള ഒന്നാമത്തെ അവിടെ ചിഹ്ന ആക്കിയിട്ട് സ്പെഷ്യലി ഇപ്പൊ പോൽമൺ ഉണ്ടല്ലേ പോൽമൺ അള്ളാഹുരെ വിളിക്കണുണ്ട് എന്തിനു വേണം ಅಂಕ ಲೈಟ್ ಬೇನು ಬೆಲ್ಚೆ ಬೇನು ಪಲ್ಲಿ ತೊರದತ್ತು ಬೇನು ಬಂದಾಕಿ ಹಂಗ ಆವಿಲ್ಲ. ಅದೇ ಟೈಮುಲು ನಾನು മനസ്സിലാക്കിയോടത്തോളം അള്ളാഹുരെ കാണിക്കും யார ஒரு ஸ்தானம் உள்ளாருக்கு சமுதாயத்தில் 6 ராத்தீப் எடுக்கிறாரு அங்கு. இப்ப நீங்க எடுக்கிறேன்னு சொல்றாரு நாங்க எடுக்கிறாரு நீங்க சொன்னாரு 6 எடுக்கிறாரு அங்கு. அல்லாஹுரை காண்டி ஒரு யார ஒருத்தர் யார ബഹുമാനവും വിശ്വാസവും ഇബാദത്തിന്റെ സ്ഥാനം ഉള്ള മുഹയ്യിദ്ദീൻ ശേഖർ എന്തുകൊണ്ടേക്ക് அதுக்கு காரணம் ஒன்னாமது அல்ல நீங்க இத்தனை நேரம் சொன்னாரு நான் இப்படி சொல்றேன் பின்ன நீங்க மறக்க முடியாது. അപ്പൊ അത് ഒന്നാമത്തെ കാരണ മുഹയ്യിദ്ദീൻ മാലല് ചില പുരോഹിതമാര ആരാ ഞങ്ങളെ ദുഷ്മന്മാര് അതിൽ ചില അള്ളാഹുരെ കാണിക്കും അള്ളാഹുക്ക് കൂടെ ഇല്ലാത്തതായ സിഫത്ത്. ഏത് ഉദാഹരണക്ക് അള്ളാഹു ഖുർആനിൽ ചൊല്ല ഇദ്ഊനി അസ്തജിബ് ലക്കും നണ്ടൊಟ್ಟಿಗೆ ನೀವು ದ್ವಾರಕ್ಕೆ ನಂಡೆ ನೀವು ಬಿಲ್ಕರು ನಾನು ಇಂಕ ಜವಾಬು ತಂದೆ. മുഹയ്യിദ്ദീൻ ശേഖ് ചൊല്ലു എന്താവട്ടെ ഒരു കഷ്ടത്തിൽ പിന്നെ നണ്ട വിളിച്ചെങ്കിൽ അപ്പ ഞാൻ വായിക്കൂടാവു തീരം ചെയ്യും ഞാനെന്നോ വല്ലേ നീതിയത്തിൽ എന്നെ വിളിപ്പോർക്കു വായിക്കൂടാവു തീരം ചെയ്യും ഞാൻ ഇതിങ്ങനെ ചൊല്ലുക. കാരണം എന്തേ അയാൾ അങ്ങനെ ചെന്നിട്ട് നമുക്ക് വിശ്വാസമില്ല. ആരാ പുരോഹിതമാർ എഴുതി വെച്ചെതിരെ സമുദായത്തെ തലകിട്ട് തുറക്കിയാണ് നല്ല കുത്തിത്താന്ന് അനക്കൊന്ന് മനസ്സിലായിട്ടേ അള്ളാഹു വിളിച്ചൻ ജവാബ് തണ്ടല്ലോ. മൊയ്യദ്ദീൻ ശേഖ് ചൊല്ലു ബായി മുച്ചിര കാണ്ടി മുന്നോട്ട് ജവാബ് തന്നെ. അപ്പൊ ആള് ബെല്ലാളാറ് ഉമ്മറ പോലല്ല ബെല്ലാളാറ് മൊയ്യദ്ദീൻ ശേഖ് ആയിട്ട് അതിൽ പിന്നെ നരകത്തെ കാക്കറ മലക്ക് ചൊന്നറ പോലെ നിന്റെ മൂരീതന്മാരാരോ നരകത്തില്ലെന്ന് നരകത്തെ കാക്കുമാലക്ക് ചെന്നോവർ ഇതും മനസ്സിലാക്കിയാറപ്പോ അള്ളാഹുര അനുസരിച്ചാരും നരകത്തിലില്ലാണ്ട് മലക്ക് ചൊന്നില്ലേ. അപ്പൊ മുഹയ്യിദ്ദീൻ ശേഖർ മുരീതന്മാരായെങ്കിൽ എന്തായിട്ട് നരകത്തിൽ ഇല്ലാണ്ട് ഗ്യാരണ്ടി തന്നിക്കുമൊത്തുകൂ. അപ്പൊ ഇനിയിപ്പോ അള്ളാഹു വല്ല വിഷയമല്ല അള്ളാഹു ഞാൻ ചൊല്റേ ഞാൻ മനസ്സിലാക്കി ചൊല്റേ. രണ്ടാമത്തേത് ഇനൊന്ന് നിങ്ങൾ കുപ്പീനകത്തുള്ള വസ്തുവിനെ പോലെ കാണാഞ്ഞാഞ്ഞിങ്ങളെ കൽബാകമെന്നവർ അള്ളാഹു ചൊന്നരെ ഖുർആനിൽ അള്ളാഹു ചൊന്നരെ വയഅലമു മാ ഫി സുദൂർ കൽബുറെ ഉൽഗ ഉള്ളത് അവനാർ
ನಾನು ಚಂದ್ರೆ ಮೊಯ್ಯದ್ ಶೇಖ್ ಅದ್ರಗಾಂಟ್ ಒಂದು ಸ್ಥಾನ ಯಾರ ಅಯಲ್ ಎಲ್ಜದಲ್ಲ ಸಮುದಾಯ ಎಲ್ಜದಲ್ಲ ಮುಸ್ಲಿಂ ಸಹೋದರಮಾರು ಎಲ್ಜದಲ್ಲ ಆರ ಪುರೋಹಿತ ಮಾರಿ ಇದರ ಪೆರಳುಲ್ಲಾರು ಏಜೆಂಟ್ ಮಾರಿ ಕೊರ್ನಾಂಕ ಬಿಡಿಲ್ಲ ಅಂಗ ಎಲ್ದಿ വെച്ചിದೆ ಎಂದು சொன்னீங்களே ಎಂದ್ರೆ കുപ്പിനകത്തുള്ള അപ്പൊ ഇതെല്ലാം ഈ കുപ്പിര ഉൾക്കുള്ള കണ്ണാട്ടിൽ എങ്ങനെ ഒരു കടലാസ് ഒരു ബസ് കാണും അതുപോലെ നിങ്ങളെ കൽബുർ ഉൾക്കൊള്ള ഞാൻ അറിഞ്ഞിട്ട് അപ്പ മനുഷ്യന്മാർ വിചാരിച്ചു ഇതിപ്പോ ഡേഞ്ചർ പാവം ഇതിപ്പോ അള്ളാഹു വല്ല നിസ്കരിച്ചില്ല നോം പിടിച്ചില്ല ഒരു സുന്നി അല്ലാണ്ട് വല്ല ആരും ചൊല്ലില്ല അപ്പൊ ഇത് റാത്തീബ് എടുത്തില്ലെങ്കിൽ മൗലൂദ് എടുത്തില്ലെങ്കിൽ എന്തിരെ അവന് സുന്നി അല്ല ചിലപ്പോൾ സ്വർഗത്തിൽ പോവാനായിട്ട് ചില ആൾമാരെ വിശ്വാസം ഉണ്ട് അപ്പൊ ഞാൻ ഈ കാരണം കൊണ്ട് ഞാൻ ചൊല്ലേ ഈ ഒരു വിശ്വാസം ഈ ഒരു റാത്തീബ് ഒരു കിടാവ് പൂന്നക്കയിൽ ഉമ്മറെ വിളിക്കും പോലെ അബ്ബറെ വിളിക്കും പോലെ ആയത് നടന്നത് പച്ചമായ കളവൈത്തിക്കും അത് എന്തൊക്കെ നിങ്ങളല്ല ചൊല്ലേ വസ്താദന്മാർ അങ്ങനെ ഈ ഷിർക്കില് ഈ സമുദായത്തെ മുഖ്യപിക്കു കണ്ടുപിടിച്ചത് ഒരു ദുർവ്യാഖ്യാനം ഒന്ന് രണ്ടാമത്തെ നങ്ങ അബ്ബറെ വിളിക്കും പോലെ ഉമ്മറെ വിളിക്കും പോലെ ഉണ്ടെങ്കിൽ പണ്ട് എന്ന് ചൊന്നു ഇന്ന് നങ്ങ ഡയറക്റ്റ് അല്ല ഒട്ടി കേക്കില്ല നങ്ങ അങ്ങനെ ബർക്കത്ത് കൊണ്ട് താണ്ട് കേൾക്കറ അപ്പൊ ഊടാറാവട്ട് ഉമ്മറെ ബർക്കത്ത് കൊണ്ട് കേൾക്കറാറാ ഊടെ നിങ്ങ ചൊന്നില്ല ഇപ്പൊ മൈൽശേഖർ ബർക്കത്തും ഇല്ല നങ്ങ ജസ്റ്റ് ഒരു ഉമ്മറെ വിളിച്ച പോലെ വിളിക്കുന്നത് നിങ്ങൾ ചൊല്ലേ അത് മട്ടു കൊണ്ടല്ലേ ഉമ്മറെ വിളിക്കും ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾ കാട്ടി തന്നെ അതിൽ നിങ്ങൾ കൂട്ടിച്ചേർത്തണ്ട ഉമ്മ പേര ഇവിടെ മൊഹീദ്ദീൻ ഷേഖ് പേര മൊഹീദ്ദീൻ ഷേഖ് പടച്ചോനക്ക് പിരിച്ചപ്പെട്ട ആള് അതുപോലെ നന്റെ ഉമ്മ പടച്ചോനക്ക് പിരിച്ചപ്പെട്ട ആളാവട്ടില്ല ചെന്ന നന്റെ ഉമ്മ എത്രമാ ഹറാമാക്കിയിരിക്കും എത്രമാ കറാഹത്താക്കിയിരിക്കും എത്രമാ വക്ത് നിൽക്കാനിരിക്കും മൊഹീദ്ദീൻ ഷേഖ് അതല്ല മൊഹീദ്ദീൻ ഷേഖ് അള്ളാഹു എന്തൊരു ചില കുത്തിയ ഹദീസില് നന്റെ ഒരു അടിമ നന്റെ കൊണ്ട് അടുത്തെങ്കിൽ അവന്റെ കാത് നാണാവിടെ അവന്റെ കണ്ണ് നാണാവിടെ അവന്റെ കൈ നാണാവിടെ അവന്റെ കാൽ നാണാവിടെ അവൻ കേക്ക് അവൻ പലക്കാരുടെ നാവ് നാണാവിടെ പടച്ചോണ്ട് കുതിയ ഹദീസിൽ ചെല്ല ആ ഹദീസ് അച്ചല് പോലെ പാലിച്ചങ്ങ് മൊഹീദ്ദീൻ ഷേഖ് ഉമ്മറെ വിളിച്ച പോലെ മൊയ്ദി ശേഖർ റെക്കോർഡായിരല്ല ഇപ്പൊ നിങ്ങൾ ചൊല്ലാറ് ഉമ്മറെ പോലെ ഞാൻ ചെന്നില്ല എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട് ഏതേ ഒരു വിഷയത്തിൽ എക്സാമ്പിൾ എക്സാമ്പിൾ എന്തിലേക്ക് തന്നെ ചെന്നില്ല നിങ്ങളെ കണക്കെത്താൻ നോക്കുക നിങ്ങളെ നന്റെ ബന്ധത്തിൽ നാണെങ്കിൽ ഉത്തര ധർമ്മത്തിൽ ഇപ്പൊ നിങ്ങൾ ചൊല്ലാറ് ആ എക്സാമ്പിൾ അങ്ങനെ എടുക്കോത്തീരാണ് ചിന്തിക്കാൻ എക്സാമ്പിൾ തരാ ഞങ്ങൾ അതിന് ആധാരത്തെ എടുക്കോത്തീരാ ഇത് സമം ഇത് ന്യായമാണ് ഞാൻ ചിന്തിക്കാൻ ഉയർത്തത് ഞാൻ ഒരു ദേവസ്ഥാനത്തെ ആദായം ഒരു എത്തിട്ടില്ലല്ലേ നിങ്ങൾ ജമ്പാക്കലല്ല നിങ്ങൾ ചെന്നാൽ ഉമ്മടെ കിണക്കരി ഉമ്മടെ സ്ഥാനം ചൊന്നേ நீங்க சுருத்து சொல்லுறப்ப நீங்க ಆ ಪಾಯಿಂಟ್ ಎಂದ್ರೆ ಚೊಂದು ಸುರು ಇನ್ನೊರ್ಕ ಚೊಲ್ಲೋರು ನಕ್ಕ ಮನಸ್ಸಲೈತಿ ಇಲ್ಲೆಂದ್ರೆ ನೀವು ಒಕ್ಕುರೆಂಗಿಲಿ ಸುರುತ ಜನ ನಾನಿದ ஒரு எக்ஸாம்பிள் തന്നെ ನಿಂಕ எக்ஸாம்பிள் ಅಂದ್ರೆ நான் ಎಂದ್ರೆ ഞങ്ങളെ കാൽ കുടുങ്ങിയ ഉമ്മ ഞാൻ വിളിച്ചിരെ അതുപോലെ തിക്കറ് ഞങ്ങ മൊയ്യദ്ദീൻ ഷേഖ് പല്ലിരെ ബായിൽ ಬಂದಾಕಿದ್ದು 1000 ಬಟ್ಟ ಯಾಗೋ ಅಬ್ದುಲ್ ഖാദർ ಅಪ್ಪ ನಿಂಗ ಅರ್ಥ ಆಕೋಣಂತ ಈ ಮೊಹಮ್ಮದ್ ಎಂದ್ರೇಕಿ ಈ ವಿಷಯ ಚಂದ್ರೆ ಅಪ್ಪ ಎಂದ್ರೆ ನಾನು ಯಾ ഞാനിപ്പോ ചൊല്ലുന്ന നന്റെ ജവാബ് നക്ക് വേണമായ പോലല്ല ഞാൻ നക്ക് വേണമായെനിക്ക് ഞാൻ തന്ന ജവാബ് തന്നില്ല പോലത്തെ എക്സാമ്പിൾ നിങ്ങൾ തന്നത് അത് നിങ്ങൾ ನಾನು ಎಕ್ಸಾಂಪಲ್ ನಾನು ತಂದ್ರೆ ಎಕ್ಸಾಂಪಲ್ ನಿಮಗೆ ಅರ್ಥ ಆಗುಬೇನೇಟ್ ಮಾತ್ರ ನಿಂಗ ಚೆಲ್ಲಿಡೋದಲ್ಲ ನಿಂಗ ಚೆಲ್ಲಿಡೋದು ಲೋಕತ್ತಂಗ ಬೇನವಾയിട്ട് നിങ്ങൾ ചൊന്നുള്ളാർ അവിടെ ಅದಕ್ಕೆ ನಾನು ಅದ್ರ ಎದುರ್ತೊಂದಿಲ್ಲ ನಾನು ಲೋಕത്തിന് ಬೇನವಾയിട്ട് നിങ്ങൾ ಸಿಡಿ ಪ್ರಚಾರ ಆಗಿದ್ದುಲ್ಲಾರ അതിന് ನಾನು ಎದುರ್ತೊಂದಿಲ್ಲ ಲೋಕಮ ಅದಲ್ಲ നിങ്ങമേ തന്നെ എക്സാമ്പിൾ ഇപ്പ നീ എന്ത് പെരവെടുത്താറാ എപ്പത്തും പെരവെടുക്കില്ല പെരവെടുത്തില്ല ನಾನು എന്തിനു ചെന്നുകൊണ്ടല്ലേ മൊഹീദ്ദീൻ ഷേഖിന്റെ എന്തിനു കൊണ്ട് ഞങ്ങൾ വിശ്വാസത്തെ ഞാൻ അവിടെ ചോദ്യം ചെയ്തില്ലേ ನಾನು അവിടെ ಬಂದರೆ ವಿಶ್ವಾಸ ನಾನು ಉಮ್ಮಡೆ ಬಿಲಿಕ್ಕೆ ಬಂದು ನಾನು ಕಾಲು ನಂಬಲಾಂಬತ್ತು ಯಾವ ಉಮ್ಮಡೆ ನಾನು ಬಿಲಿಕ್ಕೆ ಉಮ್ಮಡೆ ಬಿಲಿಕ್ಕೆ ಬಂದು ನಂಡೆ ವಿಶ್ವಾಸ അവിടെ ഉമ്മടെ ನಾನು പടച്ചോനാക്കിയിട്ടില്ല അതേപോലെ ഞങ്ങൾ മൊഹീദ്ദീൻ ഷേഖിന് ഞങ്ങൾ ഏത് റാത്തിബ് എടുക്കുമ്പോഴത്തേക്ക് ആ കുത്തുബിയത്തി എടുക്കുമ്പോഴത്തേക്ക് വിളിക്കലാമാ അവിടെ ഞങ്ങൾ എന്താക്കില്ല മൊഹീദ്ദീൻ ഷേഖിന് ഞങ്ങൾ പടച്ചോണ്ടില്ല ഇത് കൊടുക്കില്ല അല്ലല്ലേ ഞാൻ ഇത് മുസ്ലിയാക്കന്മാര് സമുദായത്തെ ദ്രോഹാക്കുകയും കുടുക്കുകയും പച്ചമായ ആക്കര ദുർവ്യാഖ്യാന എക്സാമ്പിൾ നിങ്ങൾ പേരോ അങ്ങനെ നാട്ടിക്ക് ചെന്ന് അതിന് നാ ചെന്ന ഉമ്മറെ പേരിൽ മാലയില്ല
അപ്പറെ പേരിൽ മാലില്ല, അപ്പറെ പേരിൽ റാത്തീബിൽ ಜಾವಾಗಿಟ್ಟು ಲೈಟ್ ಬೊಲ್ಚಿಟ್ಟು ಮೊಹಿಯುದ್ದೀನ್ ಶೇಖರ್ ಇಟ್ಟುಗ ನಂಗೆ ಬಿಲಿಕೋಗ ತೀರಾ ಇವಾದತ್ತಲ್ಲ ನಂಗೆ ಮನುಷ್ಯ ಮರ ಬಿಲಿಚೆಗದಕ್ಕೆ ಮೊಹಿಯುದ್ದೀನ್ ಶೇಖರ್ ನಂಗೆ ಬಿಲಿಕೋತೀರಾ ಯಾ ಮೊಹಿಯುದ್ದೀನ್ ಶೇಖ್ ಹೌಸ್ ಮೊಹಿಯುದ್ದೀನ್ ചെന്നിട്ട് ബിലിക്കൊക്കെ തീരാ ഇത് പടച്ചോണ് ചെന്നറ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നറ് അല്ലെങ്കിൽ മുൻഗാമികൾ ചെന്നറ ആരും ചെന്നറ് നിങ്ങൾ ഹദീസ് തെളിവോട് കൂടെ പ്രൂഫ് ആക്കണം പിന്നെ അതിനെ നിങ്ങൾ ബൈക്കിൽ ഉദ്ദാക്കി ಅದಕ್ಕೆ ಹದೀಸ್ ನಿಂಗೆ ನಕ್ತಾರ ನಿಂಗ ಓಕೆ നിങ്ങൾ ನಾನು ಗ್ಯಾರಂಟಿ ಆಗಿ ಹೇಳ್ತಾರೆ ಮೊಹಿಯುದ್ದೀನ್ ಶೇಖರ್ ಬಿಲಿಕೋಗ ತೀರಾ ചെന്നറ് പടച്ചോണ് ചെന്നറ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നറ് അല്ലെങ്കിൽ ആലിമിങ്ങൾ ചെന്നറ ചെന്നിട്ട് ആലിമിങ്ങൾ ചെന്നിട്ട് ಉದಾಹರಣೆಗೆ ನಾನು ನಿಂಗೆ ಚೊಲ್ಲಾತಿ ಎಂದು ನಾ ಚೆಂತಿಲ್ಲ ಎಕ್ಸಾಂಪಲ್ ನಿಂಗೆ ಚೊಲ್ಲ ಅದಕ್ಕೆ ಅದು ಎಡ್ಕೋ ತೀರಾ ಚೊನ್ನಾರು ಓಕೆ ಒತ್ತು அது ஒரு எடுத்து தாமோ நீங்க குடிங்க நீங்க அதுக்கு ஜவாப் இல்ல ஓகே ಬಿಡ್ರು ಅದು ಬಿಡ್ರು இப்ப நீங்க சொல்ற புதிய விஷயம் இருக்குங்களே ஹிஜ்ர 600 ഹിജ്റ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ഏകദേശം ഇമാമിങ്ങളെ കാലത്തിലമാ അല്ല അതിൽ പിന്നമാ ആദ്യം മുന്നോറ നക്കില്ല ഹിജ്റ 600 മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ബഗ്ദാദിൽ പറഞ്ഞിട്ട് ബണ്ട് എങ്ങനെ അയാളെ റാത്തീബ് എടുക്കോ തീരാ ചൊന്തു എന്തിനെ വേണു അയാളെ റാത്തീബ് എടുക്കോ തീരോ ചൊന്തു ഇപ്പൊ ഉദാഹരണക്ക് അത് ഓക്കെ അപ്പൊ നിങ്ങൾ പോയിന്റ് കൊണ്ടുപോകുന്നത് കൊണ്ടായിട്ട് അവിടെ അത് വേണമെന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം ഇക്കുവല്ലേ ഖുർആനില് ഹദീസിൽ ഇക്കുവല്ലേ ഇന്നെങ്ങനത്തെ മനുഷ്യ ജവാബ് ധർമ്മത്തു നക്കുദാൻമ ജവാബ് ಅಂಗೀಕರಿಕರು ಎಂದ ಜನ ಗೊತ್ತಲ್ಲ ನಾನು ಎಕ್ಸಾಂಪಲ್ ನಾನು ಫಲ್ಕ ಬರಿ ಅದನ್ನ ಎಕ್ಸಾಮ್ ತರೋತಿ ನಾನು ನಿಂಗಲ ಫಲ್ಕ ಮಾತ್ರ ಕೇಳ್ಕೋದೆ ಅಲ್ಲ ಅದು ನಿನ್ನ ನೋಡ್ಕೊರು അങ്ങനത്തെ പോലത്തെ ഹദീസ് ഇക്കുവല്ല അതല്ല നാ ചൊല്ற നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നബിയെ ബിലിക്കൊക്കെ അല്ലെങ്കിൽ സഹാബാക്കളെ കേട്ടിട്ടുണ്ടല്ലേ സഹായ കേട്ടിട്ടുണ്ടല്ലേ മൊഹിയുദ്ദീൻ ശേഖർ ഇട്ട് കാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ട് കാവട്ടെ അല്ലെങ്കിൽ ബദ്രിങ്ങൾ ഇട്ട് കാവട്ടെ ഞങ്ങൾ അങ്ങനെ സഹായ കേട്ടിട്ടുണ്ടല്ലേ ചെന്നെങ്കിൽ സഹായിക്കുക അങ്ങ് അർഹത ഉള്ളവർ ചെന്നിട്ട് പടച്ചോന്ന് ചെന്നിടാ അപ്പൊ ആ വിഷയത്തിന് പിന്നെ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ മൊഹിയുദ്ദീൻ ശേഖർ മുഹമ്മദാക്ക അപ്പൊ ഇതേമേ അപ്പൊ ആ ക്വസ്റ്റ്യനെ നിങ്ങൾ ഒന്നാ പേരോ എടുക്കണം ഏത് മൊഹിയുദ്ദീൻ ശേഖർ ബിൽക്കിற റാത്തീബ് എടുക്കുന്നത് അത് പാടില്ല ചൊന്തു ഖുർആൻ ഹദീസിൽ നിങ്ങൾ ആധാര തറന്നിട്ട് നിങ്ങൾ ചൊന്നാർ ನಾನೇ ಅವ್ರ ಆಧಾರ ತಂದೆ ನಾ ಚೆನ್ನ ಮೊಹಿಯುದ್ದೀನ್ ಶೇಖರ್ ಬಿಲಿಕೋಗ ತೀರಾ ಚೆಲ್ಲ ಕನಕ್ಕೆ ಹದೀಸ್ ತರ್ನುಂಟല്ലേ 600 ശേഖർ ಬಂದಿಲ್ಲ അവിടെ ಮೊಹಿಯುದ್ದೀನ್ ಶೇಖರ್ നന്റെ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഉദാഹരണം മനസ്സിലാക്കുന്നു ചെന്ന ಮೊಹಿಯುದ್ದೀನ್ ಶೇಖರ್ ಬಿಲಿಕೋಗ ತೀರಾ ಮೊಹಿಯುದ್ದೀನ್ ಶೇಖರ್ ಕನಕ್ಕೆ പേരിൽ ഞങ്ങൾ ബിലിക്കോക തീരാ അങ്ങനെ സഹായ കേക്കോക തീരാ അത് ചെല്ലുടെ ഹദീസ് നിങ്ങൾ കൊണ്ടുവരണം അപ്പൊ ഇവിടെ പെടുത്ത അവിടെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ಬಂತು ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായ കേക്കടാ അപ്പൊ നിങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സഹായിക്കേ തീരാ ചെല്ല ഒരു ഹദീസ് കൊണ്ടു തന്നാറുണ്ടായെങ്കിൽ ഓക്കെ അവിടെ തീർത്തപ്പോ പിന്നെ അതിൽ ಇಪ್ಪ ನಿಂಗೆ ಆಕ್ಚುಲಿ ಅಂದ್ರೆ ನಾನಿങ്ങനെ കേട്ട സവൾ നിങ്ങൾ കുടുങ്ങാറ് ഇല്ലಂತ നിങ്ങൾ എന്താക്കുക ആറാവട്ടെ ശരിയാത്തങ്ങ ഉണ്ടെങ്കിൽ ഒക്കില്ല പോവ ഹദീസിൽ ഇല്ലല്ലേ മൊയ്ഷേഖ് ബിൽക്കോ തീരാണ് അത് ഇങ്ങനെ നടക്കില്ലല്ലോ അത്ര ഓറ് നിങ്ങൾ ഇതാക്കിയ കുടുംബമൊത്തുക്ക് നിങ്ങൾ ആക്ച്വലി ജാഹിലിയത്തില് പച്ചമയത്ത് പുറമ്പു എന്താ വിചാരിച്ച ഞാൻ അത്ര ഓർ തെരിയാത്ത നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അത്ര കൊമന്നാറ് അത് സാധാരണ സുന്നി ആൾമാർ നടക്കും ഖുർആൻ ആധാറുണ്ടല്ലോ ഹദീസ് ഞാൻ എന്തൊരു കേൾക്കുന്നത് ഹിജ്റ 600 വന്നതായ മൊയ്യുദ്ദീൻ ശേഖർ റഹ്മത്തുള്ളാഹി അലൈഹി അയാളെ ബിൽക്കോ തീരാണ്ട് ഹിജ്റ 600 ವರ್ಷ ಮುಂದೆ ವಫಾತಾಯ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಂತು ಬೇರು ಏನ ಹದೀಸ್ ಯೋಡ್ ತಗೊಂಡ್ರೆ ಅಪ್ಪ ಆಧಾರ ಇಲ್ಲ ಅಂತ ಬುದ್ಧಿನ ಆದ್ರೆ ಆಲೋಚನೆ ಹಾಕಲ್ಲ ಎಪ್ಪತ್ತಿಗೂ நீங்க இதுல கூட ரெண்டு விஷயத்துல நீங்க குடிக்க ஒன்னு நீங்க எக்ஸாம்பிள் நீங்க பேர் எடுத்தார் அதல்ல அதுபோல நீங்க அப்ப நான் சொன்னேன் உம்மர பேர்ல ராத்தீப் இல்ல அப்பர பேர்ல ராத்தீப் இல்ல அப்பர பேர்ல இறைச்சி கொடுக்கல அப்பர 1000 பட்ட பில்க்கிല്ല എന്തിനു മൈദി ശേഖര പിൽക്കില്ല നിങ്ങളെ കണക്കങ്ങളോട് പലക്കാൻ இன்னொன்னு நான் சொன்னேன் நீங்க அது நான் ரெண்டாமത്തെ நீங்க சொல்றாரு 600 வருஷம் കഴിഞ്ഞ് പിന്നെ വന്ന മൊയ്ദി ശേഖർ ராத்தீப் എടുക്കോ
തീരാച്ചോ നീ അധികം മുന്നല്ല ഹദീസ് കൊമ്പത് എന്തിക്ക് മുഹമ്മദ് നബിയുടെ ഹദീസ് കൊണ്ടുവരുന്ന 600 വർഷം കഴിഞ്ഞ് മുന്നൽ പോയിട്ടില്ലേ ഇതെങ്ങനല്ല നിങ്ങൾ സമുദായത്തെ കൊടുക്കൂലേ ഇങ്ങനല്ല മുസ്ലിയാക്കന്മാര് സമുദായത്തെ ദ്രോഹാക്കുന്നത് 5 റക്കാത്ത് നിസ്കരിക്കുക അസർ ഇതിലോ നിസ്കരിക്കോ തീരല്ല ನಾನು 5 റക്കാത്ത് ನಿಸ್ಕರಿಕೋ ತೀರಾ ಚೊಂತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ಚೊಂದ್ರ ನಾನು ಎವಡು ಚೊಂದ್ರು ಇಸ್ಲಾಮಲು ಒಂದು ಹರಾಮು ಅದು ಕಾಲ ಕಾಲ ಹರಾಮು ಇಸ್ಲಾಂ ಒಂದು ಹಲಾಲ್ ಅದು ಕಾಲ ಕಾಲ ಹಲಾಲ್ ಇಸ್ಲಾಮಲು ಒಂದು ಶಿರ್ಕ್ ಅದು ഖിയാമന്നാൾ തോല് ಶಿರ್ಕ್ ഇസ്ലാം ഒന്ന് തൗഹീദ് അത് ഖിയാമന്നാൾ തൗഹീദ് അതിന് നിങ്ങൾ ഓരോരുത്തർ നക്കി ഇതേ പണി മുഹമ്മദാക്കൊക്കെ എടുത്ത് പിന്നെ പിറ്റാനൊന്ന അത് മുഹമ്മദാക്കാക്കിയതല്ല ആധാരം നാനാക്കിയത് നീ ആധാർ അവന്റെ പേരോട് പോയിട്ട് അപ്പൊ നാളെ കൊടുത്ത കള്ളു കുടിച്ച ഖുറാനുണ്ടാ നാണ് നന്റെ പേര് അബ്ബു നാ കള്ളു കുടിക്കോ തീരാണ് ഖുറാനോട് ഞാനിപ്പോ എവിടെ ഖുറാൻ മുഹമ്മദാക്ക അള്ളാഹു റസൂൽക്ക് ഇറച്ചി കൊടുത്തിട്ട് ഖിയാമന്നാൾ തോൽ ബണ്ടതായ മുസ്ലിമീ ഗൈർ മുസ്ലിമും അംഗീകരിக்கிறankum ഗൈർ മുസ്ലിമും കൂടെ ഓദ്യ മനസ്സിലാവ പോലതായ ഈ ദീൻ ഐത്തിക്കർ ഖുറാൻ நான் ஏன் சொல்றேன் நீங்க இப்ப நண்ட ஒரு சிறிய ചോദ്യം മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂല കാണ്ടി ബെല്ലിയാല நான் நீங்க கேக்குறேன் ஒரு சுன்னியத்து நீங்க ബെല്ലിയല്ല അബൂബക്കർ സിദ്ദീഖ് കാണ്ടി ബെല്ലിയാല ഉമർ ഇബ്നു ഖത്താബ് കാണ്ടി ഏതാ ഒട്ടൊരു സഹാബികൾ സമാവാ ഇല്ല വേണ്ട ഇമാം ഷാഫി 4 ഇമാമിങ്ങുള്ള ആർക്കും ഇല്ലാത്ത റാത്തീബു നിങ്ങൾ ഈ പള്ളി ബന്ധാക്കിട്ട് ഇങ്ങനെ ബിൽച്ചിട്ട് ഇറച്ചി പത്രം കൊടുക്കും കാരണം അങ്ങനത്തെ കാരണം ചൊല്ലും ഇനി നിങ്ങളൊട്ടിಗೆ ನಾ ಫಲ್ಕ ಬರೆಂಗಿಲ್ಲ ನಕ್ಕಿ ಇತ್ತರ ಇದಕ್ಕೆ ಜಂಡ್ ಕ್ವಶನ್ ಜವಾಬ್ ಒಂದು ನಿಮಗೆ ಆನ್ಸರ್ ಹಾಕ್ಯಾರ ಅಲ್ಲಾಹ್ ರಸೂಲ ಗಂಟೆಯಲ್ಲಿ ಬೆಲ್ಲಿಯಾಲಲ್ಲ ಆ ಸಹಾಬಾ ಅಪ್ಪ ಅಲ್ಲಾಹ್ ರಸೂಲ್ ಕೂಡ ಇಲ್ಲಾತದಾಯ ರಾತೀಬು அப்ப மொய்யீன் ஷேഖர் நீங்க எந்திரைத்து கணக்காக்குற ரசூலா அல்ல ஒரு தேவர் நீங்கள கணக்கு அயால் ஒரு இலாஹ நீங்க ரசூல் இல்லாததாய நாங்க செந்தல ஒங்கிக்கிறேன் நீங்க ஆக்கி தங்கிக்கிறேன் അങ്ങനെ ചോറും അങ്ങനെ കാസും ലൂട്ടിട്ട് അങ്ങനെ ഈമാൻ ലൂട്ടി നരകത്തുകൾ ഈ പുരോഹിതന്മാരെ കടത്തി ഉണ്ടല്ലേ ನಾನು കേൾക്കുന്നത് നക്ക് ഒരു ആധാരം നിങ്ങൾ ഒത്താറ് അല്ലാഹ് അവರ റസൂൽ ಹತ್ರ ಬೆಲ್ಲಿಯಾಲಲ್ಲ ಮನುಷ್ಯರು ഇമാമുകൾ അത്ര സഹാബാക്കന്മാർ അത്ര വലിയ ആളല്ല 6 റസൂൽ ആ ടൈമിൽ അള്ളാഹുടെ റസൂലും കൂടെ ഇല്ലാത്തതായ റാത്തീബു മൊയ്യീൻ ഷേഖ് ಬಂದು ಬರೋಕು ನಿಂಕುಲ್ಲ ಆಧಾರ ನಕತ್ತ ಏದು ಆ ಆಧಾರ ನಾನು ತಂಡೆಗೆ ಮುನ್ನಲು ಆಧಾರ ನಿಂಗೆ ಚೆನ್ನಮಿಯಾವು ಆಧಾರ ಕೊಂಬಂಡ ಇನ್ನೇ ಕಾರಣ കൊണ്ട് ನಂಗೆ ആരാധിക്കരെ ಇನ್ನೇ ಕಾರಣ കൊണ്ട് ನಂಗೆ 1000 മൊയ്യീൻ ഷേഖിനെ വിളിക്കരെ ഇപ്പൊ റായത്തല്ല സാധാരണ ചെറിയ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അള്ളാഹു റസൂലിനെ ഒരു മൗലൂദ് കേട്ടിട്ട് നിങ്ങളെ പലക്കാരനുള്ള രണ്ടാമത്തേത് ഇതിന് കാരണം നിങ്ങൾ ഒന്ന് ആധാര കേട്ടാർ അയക്ക് നക്ക് പലക്ക് പറയുന്നത് ആൻസർ നിങ്ങൾ അതിനെ ಗಂಟೆ ഒന്നായി ಓಕೆ ಎಂದ್ರೆ ಚೆನ್ನುಂಡಲ್ಲ ನಾನು ಅವಳೆ ಚೆಂದ್ರೆ ನಾನು ಈ ಪ್ರಶ್ನೆ എടുക്കുക ಕಾರಣ റാത്തിബു ചെന്നിടും മൊഹീദ് ഷേഖ് റാത്തിബു വിളിക്കുന്നത് നിങ്ങൾ ഇബാദത്ത് ചെന്നിടാറ് ഞാൻ ಅದಕ್ಕೆ ಕ್ವಶನ್ കേട്ട ഈ ഇബാദത്ത് എന്തുകൊണ്ട് ഇബാദത്ത് ആവുള്ളൂ ಅದಕ್ಕೆ നിങ്ങൾ ആൻസർ തന്നെങ്കൊണ്ടല്ല അതിനെ പിറ്റാണ് ಇದಕ್ಕೆ നാங்க എന്തിಗೆ ಅದಕ್ಕೆ ആൻസർ അതല്ല നാ ചൊല്ലറില്ല ഒരു സുന്നി ഒറിജിനൽ ഒരു സുന്നി അവന്റെ കൽബുറ അണുമണി തൂക്ക ഈമാനുണ്ടെങ്കിൽ അവന് ഫസ്റ്റ് ഇതിಗೆ ആൻസർ താൻ ഏത് മുസ്ലിയാക്കന്മാരൊട്ട് കേട്ട് ഇതിಗೆ ആൻസർ താൻ ഏത് മൊയ്യീൻ ഷേഖ് അള്ളാഹുടെ റസൂൽ നിങ്ങൾ ചൊന്നാറ് ഉമ്മ പോലല്ല ನಾ ಎಕ್ಸಾಂಪಲ್ ಮಾತಾಡ್ತಂದ್ರೆ ಅಯ್ಯಲ್ಲ ಔಲಿಯ ಕರಾಮತ್ತುಂಡು ಅಂಕ ಕೊಡ್ತು വെച്ച ಕೈ ಉಂಡು ಅಲ್ಲಾಹ್ ಚೊಂದ್ರ ಅಂಗಲ ಕೈ ಅವರ ಕಾಲ ಅವರ ಅದಾವ್ರ ಇದಾವ അപ്പ ഈ ആധാരത്തിൽ ഫസ്റ്റ് സ്ഥാനം ആർക്ക് നിങ്ങൾ കൊടുക്കണേച്ച് ഈ ആധാരത്തിൽ നിങ്ങൾ വിളിക്കുന്നത് ഹലാലായിട്ടുണ്ടെങ്കിൽ തൗഹീദായിട്ടുണ്ടെങ്കിൽ ഇതേ തിക്ര അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഉണ്ടെങ്കിൽ 600 വർഷം കഴിഞ്ഞവന് ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഓർത്ത് തുടങ്ങിയത് അപ്പൊ അള്ളാഹുടെ റസൂൽ അള്ളാഹുടെ റസൂലിന്റെ റാത്തിബില്ല അള്ളാഹുടെ റസൂലിന്റെ റാത്തിബില്ല അബൂബക്കർ സിദ്ദീഖ് റാത്തിബില്ല ഉമർ അപ്പൊ ನಾನು ഒരു ഉദാഹരണത്തിൽ ചെല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ ഞങ്ങൾ ഇന്ത്യ ജീവിക്കുന്ന ഒരു ജീവിതം കാലത്തിൽ ഇന്നില്ല
ಅಪ್ಪ ನಿಂಗ ಇದ್ರ ತಿರ್ಗಿ ಚೆಲ್ಲಾರ ನಿಂಗ ಎಂದ್ರೆ ಏಳು ಪಲ್ಕಾರ್ ಚೆಲ್ಲಾರ ಇದ್ರ ಬಾಯಿ എന്തും തപ്പായിട്ട് കാര്യമില്ല മുഹമ്മദാക്ക നിങ്ങ ഈ ക്വസ്റ്റ്യനിൽ കുടുങ്ങില്ല ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് ചെല്ലാമെങ്കിൽ ഈമാന്റെ ഒരു ലക്ഷണം ഉണ്ട് നിങ്ങൾക്ക് ರಾತಿಬು ಬಿಲಿಕ್ಕಿರೋದು ಆಧಾರ ಪೀಡತಾರು ಪ್ರಚಾರ ಹಾಕಿರಿ ನಿಂಗ ರಾತಿಬು ಪಡಜ ಮಹ್ಯದಿ ಶೇಖುಲ್ ಇಬಾದತ್ ಚೆಂದಿട്ട് ಪ್ರಚಾರ ಹಾಕಿರಿ ನಿಂಗ ಅದಕ್ಕೆ ನಿಂಗ ನಕ್ಕ തെളിവ് തറന്നു തന്നല് പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ മഹ്യദ്ദീൻ ശേഖർ റാത്തിബ് എന്തിലേക്ക് ചെല്ലുതാ അത് യോടെ ചെന്നിട്ട് യോടെ ചെല്ലൊക്കെ ചെന്നിടാറ് ഏത് ആലിമിക ചെന്നിടാറ് ഏത് കിതാബ് ഉണ്ട് ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തണ്ടേ ആദ്യം നിങ്ങളെ അതുണ്ടല്ലേ അത് നിങ്ങൾ പഠിക്കാത്ത നിങ്ങളെ നിങ്ങൾക്ക് ആരാ എഴുതി തന്നിട്ടുണ്ടല്ലേ നിങ്ങളെ കുടിക്കുന്നവരായി இப்ப நான் கேட்ட ஒரே ஒரு ஜவாபு ஈமான்ல ஒரு சுன்னிது சொல்லணும் ஃபர்ஸ்ட் நீங்க இது ஆன்சர் அல்லாஹ் ரசூல் சஹாபாக்கமார் இமாமிங்க முஹிதீன் ஷேഖ്റങ്ങാണ്ടി ബല്യമാ ചെറിയമാ സ്ഥാനത്തിൽ ನಂಗೆ ಮೊಹ್ಯದ್ದೀನ್ ಶೇಖ್ ಅದನ್ನು ಬೇಡ ಇದಕ್ಕೆ ನೀವು ಆನ್ಸರ್ ಹಾಕೋರು ಬಾಬು ನೀವು അങ്ങനെ ചൊന്നേ ആവില്ല മൊയ്യദ്ദീൻ ഷേഖ്റങ്ങാണ്ടി ഇങ്ങ എല്ലാരും സ്ഥാനത്തിൽ ബല്യമാ ചെറിയമാ ஏகன்கலாங்க சரியே ஏகன்கலாங்க சரியே கராமத்துற விஷயத்துல மோஜிதத்துற விஷயத்துல அல்லாஹ்வுக்கு தக்வா இந்த விஷயத்துல ஏகன்கல சஹாபாக்கமாரு தாபைங்க இமாமிங்க அல்லாஹ்வுற ரசூலு அன்பியா முர்சலிங்க ஆதம் நபி பிடிச்சு வந்ததாய 1,25,000 அன்பியாக்கமார காட்டும் பெல்ல ஸ்தான நீங்க மொய்யதீன் ஷேഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തോണ്ടി കാരണം അത് നിങ്ങൾ ചെന്നുണ്ടല്ലേ കൊടുത്തോണ്ടുള്ളാரு അപ്പൊ ഞങ്ങൾ ഇസ്ലാമിൽ നാക്ക് കേൾക്കോ ಅದಕ್ಕೆ ಉದಾಹರಣೆ ನಾ ಚಂದ್ರೆ ಫಸ್ಟ್ಗೆ ನಾನು പോയിട്ട് ದೇವಸ್ಥಾನಕ್ಕೆ അവിടെ ನಾನು ಎಕ್ಸರ್ಸೈಸ್ എടുക്കಡ ನಾನು ಎಡ್ಕೊಂಡು ಅದನ್ನ ಎಡ್ಕೊಂಡು ದೇವಸ್ಥಾನಕ್ಕೆ അവിടെ ನಾ ಚೊಲ್ಲ ದೇವಸ್ಥಾನಕ್ಕೆ ಹೊರತು നിങ്ങൾ ബൽക്കാഞ്ഞ പോണ്ടാ നിങ്ങൾ ബൽക്കാഞ്ഞ നിങ്ങൾ ചെന്നാറ വലിയ സ്ഥാനം കൊടുക്കാറെന്ന് ചെന്നിട്ട് നിങ്ങൾ ചെന്നുകൊണ്ടുള്ളാരല്ലേ പക്ഷെ എടുക്കിടങ്ങ് നങ്ങല്ലേ നങ്ങ അങ്ങോട്ട് മൊഹ്യദ്ദീനേക്ക് ഏത് സ്ഥാനം കൊടുത്താ ചെന്നിട്ട് നിങ്ങൾ ആലിമിൽ കൈ വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചൊന്നാറ് അല്ലാഹു ചൊന്നറ നാണങ്ങളെ കയ്യാവറെ കാലാവറെ ചൊന്നറ അപ്പൊ ഇല്ല ചെന്ന് വാദിക്കരുത് നിങ്ങൾ അപ്പൊ അങ്ങനത്തെ ഒരു ഹദീസ് കുതിച്ച ഹദീസ് ഇല്ല ചെന്ന് വാദിക്കരുത് മാത്രം നിങ്ങൾ ಇದಕ್ಕೆ ಕೋಚರ್ നിങ്ങൾ ಅಲ್ಲ ಅದಕ್ಕೆ ನೀங்க ಅದಕ್ಕೆ ನಾ ಕೇಟೆ അങ്ങനെ ಕೈಯಾವರ ಕಾಲಾವರ പോകും നാനില്ല ഞാൻ നക്ക് ചെന്നുകൊണ്ടല്ലേ ನಾನಿಲ್ಲ ಚೊಲ್ಲುತ್ತೀರ ಪಲ್ಕತ್ ಮಾತ್ರ ಉಳ್ಳ ಆಧಾರ ಪಲ್ಕತ್ಗೆ ಜವಾಬು ನಿಮ್ಗೆ ಕೇಕ ನಾನಿಲ್ಲ ನಾನು ನಿಂಗೆ ತಪ್ಪಾಟ ಅಂದಾಜು ನಾ ಚೊಲ್ಲೆ ತಪ್ಪಾಟ ಆನ್ಸರ್ ಹಾಕಿ ಆನ್ಸರ್ ಹಾಕಿ ಅದಕ್ಕೆ ನಾ ಚೊಲ್ರೆ ಅಂದ್ರೆ ಚೊನ್ನೆ ನಿಂಗೆ ನಾ ಚೊಲ್ರೆ நீங்க எல்லாம் எக்ஸாம்பிள் ஒருத்த தேவஸ்தானத்தை சுத்து ஓடி நீங்க எக்ஸசைஸ் சொன்னாரு அவனு யா துர்கான்னு சொத்து ஓடி நீங்க அது எக்ஸசைஸ் சொல்லுங்க அதுல நீங்க எக்ஸசைஸ் சொல்ல காரில்ல நீங்க சொல்லவாப்பில்ல நான் சொல்லணும் நான் கேட்கிறேன் ஒக்கலவா நீ ಎಂದಲ್ಲ ಯಾ ದುರ್ಗಾ ಅಂತ ಬಿಳಿಸೋ ಕಾರಣ ಅಲ್ಲ ನಂದ ದುರ್ಗத்துக்கு അങ്ങനുണ്ടു ನಂದ ದುರ್ಗ ಇಂಗನುಂಡು ನಂದ ದುರ್ಗ ಇಂಗ ಚೊಂದ್ರು ಅಪ್ಪ ನಾ ಚೊಲ್ಲ ಇದು ಶಿರ್ಕ್ അതുപോലെ நான் ஒருத்தர் யா மய்யதி ఏంటి చెన్న బట్ నానోటు கேட்கிறேன் நீன் இது చెల్లోకు காரணம் எந்தே அப்ப அங்கல்ல உஸ்தாத் மார்ச்ச நீ எந்த வியார்ச்சல அல்லாஹ் சொல்றாங்க கையாவற அல்லாஹ் அப்ப நானே கேட்கிறேன் நீங்க கேட்டது நான் கேட்கிறேன் ಮೊಹಿಯುದ್ದೀನ್ ರಾತಿಬು ಅತ್ಯಂತ ನೀಚമായ ನಿಕೃಷ್ಟമായ ಶಿರ್ಕ ಅಲ್ಲ ಅಂತಾಂಗಲಿ ನೀಂಗಂದ್ರ ಆಧಾರ ಒಂದು ಅಲ್ಲಾಹರ ರಸೂಲು ಏದಾ ಒಟ್ಟು ಓರ್ಮೆ ಬಿರಿಬಿಸಿದ ರಾತಿ ಬಿಡ್ತದೆ ಅದು ಬೇಡ ಅದಿಲ್ಲ ಸಹಾಬ ಕಮರ ಅಲ್ಲಾಹರ ರಸೂಲ್ಗೂ ರಾತಿ ಬಿಡ್ತದೆ ಬೇಡ ಇಮಾಮಿನ ಸಹಾಬ ಆರ ಒಟ್ಟು ಓರು ಯಹೂದಿಮಾರಲ್ಲ ಅಂತ ಆರ ಒಟ್ಟು ಮುಸ್ಲಿಂ ಸಮುದಾಯത്തെ ഒരു മനുഷ്യന്മാരും ഇങ്ങനെ ആക്കും ഈമാനുള്ള ഉണ്ട് സാധ്യത ഒരു അണുമണി തൂക്ക പല്ലി ബന്ധാക്കിട്ട് ചിമ്മാക്കിട്ട് ജാമണ ഏതിಗೂ ಇದಕ್ಕೆ ಸಮಾನತೆ ಕೊಡ್ಕರು ಪಿಂಡ ಒರ್ತ ಮಂತ್ ತಂಡ ಅವನ ಔತುಗೂ ನೂಡುತ್ತು ಅವನ ಪೆಂಗಲೆ ರೇಪ್ ಹಾಕಿದ್ದು ಎರ್ಚಿ ಪತ್ರಿಕೆ ಕೊಡ್ತು ಕಡ್ತಿಲ್ಲ ಆಕೆ ಪಿನ್ನ ಅದರ ಕಾಂಟಿ ಕಾಡೈತಿಕ್ರಿ ಈ ರಾತ್ರಿ ಹಾಕಿತ್ತು ತಂಗಳ ಔತು ಅಂಕೆ ಎರ್ಚಿ ಪತ್ರಿಕೆ ಎಂದೇ ഷിർക്കിൽ പച്ചമായ ഷിർക്കൈത്തിക്കണം അതല്ലെങ്കിൽ ബായുടെ അവിടെ ഡോറ് ബസ് കാക്ക നിങ്ങൾ ബായുടെ പാൽ കൈക്ക് തെളിവ് തരണം ഇങ്ങനെ ആക്കൊക്കെ തീരെ ചെന്ന് തെളിവ് തരാം ഹദീസ് താറ് അല്ലെങ്കിൽ നിങ്ങൾ ആലിങ്ങൾ ഇബാറത്ത് താറ് നാച്ചെന്ന നിങ്ങളുടെ കയ്യില് നാച്ചെന്ന നിങ്ങളുടെ ഇത് ഇങ്ങനെ പലക്കാർക്ക് സാധ്യമല്ല ഇതിക്ക് നിങ്ങൾ ನಾ ತಪ್ಪಾಟಲ್ಲ ನಾ ಚೆನ್ನಲ್ಲ ನಂದ ಜೀವಿತ ಇಕ್ಕಡ ಅವರ ಕಾಲ ಉಂಟಲ್ಲ ನಂಗ ಆಕಡೆ ರಾತ್ರಿ ಬುಕ್ಕು ನಂಗ ಆಕಡೆ ಕೂತು ತೆಲಿವು ತಂಡ ಇಸ್ಲಾಂ ಈಮಾನ್ ಒಕ್ಕು ನಿಂಗಳ ಕೈಲಿ
ഉള്ളുണ്ടായെങ്കിണ്ടല്ലേ നിങ്ങൾ ഇങ്ങനത്തെ റാത്തിബ് മുഹയ്യദ്ദീൻ ശേഖരത്തിന് സഹായ കേൾക്കോ തീരാ അല്ലെങ്കിൽ ബദ്രിങ്ങളോട് സഹായ കേൾക്കോ തീരാ അല്ലെങ്കിൽ നബിലോട്ട് സഹായ കേൾക്കോ തീരാ ഈമാനുണ്ട് ആധാര കൊമ്പರು റസൂൽಗಿല്ലാത്ത റാത്തീബು സഹാബാക്കമാർಗಿല്ലാത്ത റാത്തീബು ഇമാമിಗಿല്ലാത്ത റാത്തീബು 600 ಅದಕ್ಕೆ നിങ്ങൾ ഇത്രയൊക്കെ ജവാബ് ആൾക്കാരാക്കുത്തീര നിങ്ങൾക്ക് ನಾನು ಕೂಡ ಬಂದಿರುಂಡಲ್ಲ നിങ്ങൾ ಕ್ಯಾಸೆಟ್ ಪ್ರಚಾರ ಹಾಕಿದಾರ ಅದು ಶಿರ್ಕ್ ಚೆന്നിട്ട് ನಾನು ಅದ್ರ ಕ್ವಶನ್ ಹಾಕೋ ಬಂದ್ರೆ ನೇರೇ ಮರ್ಚುಂಡಲ್ಲ ನಾನು ಕ್ಯಾಸೆಟ್ അങ്ങനത്തെ ഒരു ಕ್ಯಾಸೆಟ್ ನಾನು ಪರ್ತು ಬಿಟ್ಟುಟ್ಟಿಂಡಲ್ಲ ನಾನು ಅರ್ಹതപ്പെട്ടവನು നിങ്ങൾ കേൾക്കുന്ന ആ ചോദ്യത്തിന് ನಾನು ಈ ಉತ್ತರ ತರಬು ಅರ್ಹതപ്പെട്ടവನು ನಾ ಬಂದ್ರೆ ಎಂದ್ರೆ ಚೆನ್ನೈಕುಂಡಲ್ಲ പാവത്തങ്ങ് എന്തു കൊന്നില്ലാത്തങ്ങ് എന്തു പഠിക്കാത്തങ്ങ ഉണ്ടല്ലേ നിങ്ങളെ കണക്കത്തെ താടി വെച്ചങ്ങൾ പലക്ക കേട്ടിട്ടുണ്ടല്ലേ താടി വെച്ചങ്ങളെ പലക്ക കേട്ടിട്ട് അങ്ങ് അത് വിശ്വസിക്കാറല്ല എന്തിരിച്ചാലും ഖുർആന്റെ ആയത്ത് നിങ്ങൾ തപ്പാടി ഓതുറാറാ അല്ലെങ്കിൽ ഖുർആന്റെ ഹർക്കത്ത് തപ്പാടി ഓതുറാറാ അല്ലെങ്കിൽ ഖുർആന്റെ ആയത്ത് കട്ടിട്ട് ഓതുറാറാ എന്നൊരു ഗുണമില്ലാത്ത അങ്ങനത്തെ ഒരു വിഷയം നിങ്ങൾ പ്രചാരണ ആക്കുമ്പോഴത്തേക്ക് ನಾನು അതിനെന്താക്കുന്നത് ನಾನು ಅದಕ್ಕೆ ಆ ಕ್ಯಾಸರ್ ಕೇಳಿಟ್ಟು ನಕ್ಕೆಂದಾಯ್ತು നിങ്ങൾ അത് ചെന്നിട്ട് തപ്പോ റോങ് ചെന്നിട്ട് നന്റെ ആലോചനയിൽ ಬಂತು അപ്പൊ ನಾನು എന്താക്കി നിങ്ങളൊക്കെ ഇതിലേക്ക് തെളിവിക്കൂ எதுக்கு மொஹிதீன் ஷேக் ராத்திபி எடுக்கிறது பாஞ்சு மொஹிதீன் ஷேக் உள்ள இபாதத்து ஆண்டு நீங்க கேசட்ல ചെന്നിരാറ് അപ്പൊ ആ കണക്ക് നോക്കുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ಅದಕ್ಕೆ തെളിവിക്കൂ ചെന്നിട്ട് ഞാൻ നിങ്ങളൊക്കെ കേൾക്കുകയായിട്ട് ಬಂದರೆ അപ്പൊ നിങ്ങൾ ಅದಕ್ಕೆ ആൻസർ നിങ്ങൾ തരും നിങ്ങൾ കണ്ടിട്ട് ഒബാദത്തോട് ക്വസ്റ്റൻ കേട്ടാറ് ഈ റാത്തിബ് ആക്കിടുത് ഈ മൊഹീദ്ദീൻ ഷേഖ് റാത്തിബ് ആക്കിടുത് ഏതെങ്കിലും ഒരു ആരെങ്കിലും ചെന്നിരാറ് അയക്ക് തെളിവ് ഉണ്ടാട്ട് ഓക്കെ നിങ്ങൾ ಅದಕ್ಕೆ തെളിവ് തரு ഞാൻ അതിൽ പിന്നെ നിങ്ങൾക്ക് തെളിവ് തണ്ട് ഞാൻ അപ്പൊ നിങ്ങൾ ഒറ്റ പോലെ ഉണ്ടു ഒറ്റ പോലെ മൊഹീദ്ദീൻ റാത്തീബു ನಾನು ತೆಲಿವು ತಂಡ ಕುರ್ಆನ್ ಹದೀಸ್ അല്ലെങ്കിൽ ഇജ്മാ ഖിയാസ് ಇದು நான் கேக்குறேன் நான் சொல்றேன் நான் ಚಂದ್ರ ഞങ്ങളെ തെളിವು 4 ಎಂದ್ರೆ ಕುರ್ಆನ್ ಫಸ್ಟ್ ಅದು ಬಿಟ್ಟಂಗ ಹದೀಸ್ ಅದು ಬಿಟ್ಟಂಗೆ ಇಜ್ಮಾಲ್ ಅದು ಬಿಟ್ಟಂಗೆ ಕಿಯಾಸ್ ಈ 4 ನಾನು നിങ്ങൾ തെളിവ് തണ്ട നാട്ടുന്നില്ല ಅದಕ್ಕೆ ಮುನ್ನೋಡಿ ಎಂದ್ರಾಕೊಂಡು ಚೆನ್ನಿಗುಂಡಲ್ಲ ಈ ಮொಹೀದ್ದೀನ್ ஷேக் எடுக்கிற இபாதத்து റാത്തിബ് നിങ്ങൾ ഇബാദത്ത് അത് കടുത്ത ഷിർക്ക് നിങ്ങൾ ചെന്നറാറ് അതിന് നിങ്ങൾ പ്രസ്താവിക്കണം അല്ലാണ്ടെങ്കിൽ അത് വാപ്പസ് എടുക്കും ഓക്കെ അപ്പൊ അത് നമുക്ക് ചൊല്ലുമ്പോൾ ആ വിഷയത്തിൽ നക്ക ചൊല്ലുമ്പോൾ ആ വിഷയത്തിൽ എന്തുകൊണ്ട് റാത്തിബ് ഫോൺ മുതൽ തീർക്കാം എന്തുകൊണ്ട് റാത്തിബ് അതിന് വിഷയത്തിൽ കാര്യമില്ല ನಾನು ಅಪ್ಪ ಇದು ಚೀರ್ಕ ಅಯ್ಯಪ್ಪ ಸದ್ಯಕ್ಕೆ ಮೈದಿ ಶೇಖ ಇಪ್ಪ ಚೀರ್ಕ ನಾನು ಇನ್ಶಾಲ್ಲ ನಲ್ಲ ಒಂದು ನಿಶ್ಚಯ ನಾನು ನಿಂಗೆ ಮೇಲೆ ಯಾರು ಮೇಲೆ ಅದಕ್ಕೆ ಮುನ್ನೋರು തീർക്കിற മുന്നോള് നക്കൊരു വിഷയമുള്ള ഇതില് ഇത് ശിർക്കും ചൊല്ലുള്ള കാരണം എന്ത് ഒന്നാമത്തത് കാരണം നിങ്ങൾ വേണ്ട നക്ക് ഹദീസ് നമ്പർ നിങ്ങൾ ഹദീസ് നമ്പർ നാല് ഖുർആൻ നക്ക് അത് വേണം നിങ്ങൾ കാരണം പലക്കെടുക്കണം നിങ്ങളെ അതാവട്ടെ നിങ്ങൾ ടൈം വേസ്റ്റ് ആവും എന്തൊക്കെ നിങ്ങളുണ്ടല്ല നിങ്ങളെ കാരണം നക്ക് നിങ്ങൾ തപ്പാട്ടൊന്നും നക്ക് ജവാബ് തണ്ടോടുത്തോളൂ ನಾನಿದು ಪರ್ತು ಬಿಟ್ಟ ആധാര തണ്ടോടുത്തോളൂ നിങ്ങളുടെ പൽക്കത്തേക്ക് ഒരു 3 കാസര വിലവില്ല എന്തുകൊണ്ട് ഇത് ഒത്താറ അല്ലാണ്ട് ഒത്താറുണ്ട് നിങ്ങൾ ഇതിക്ക് ജവാബ് തരൂ എന്തുകൊണ്ട് അള്ളാഹുടെ റസൂൽക്കു ആ റാത്തീബില്ല അപ്പൊ അള്ളാഹുടെ റസൂലെ കാണ്ടി ബെല്ലിയെ അള്ളാഹുടെ റസൂലെ കാണ്ടി ബെല്ലെ മാത്രമല്ല അള്ളാഹുടെ കാണ്ടി ബെല്ലെ ബെല്ലിയെ നിങ്ങൾക്ക് ഓഫീസിൽ ചീട്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് അപ്പൊ നിങ്ങൾ ഇതെല്ലാം മൊഹീദ്ദീൻ ഷേഖ് അവിടെ ಬಿಟ್ಟ നിങ്ങൾ ഇബാദത്ത് എന്ത് ചെന്നുണ്ട് ഇബാദത്ത് ആവുട് ചെല്ലേക്ക് ಊಡ ಫಲಕ ಬುಡ್ಡೆ ಚೆನ್ನಂಗ ಅದ್ರ ಅರ್ಥ ಬುಡ್ಡೆ ಅದಕ್ಕೆ നിങ്ങൾ തെളിവ് തരണം എതുക്ക് മൊഹീദ്ദീൻ ഷേഖ് എടുക്കുന്ന റാത്തീബ് അത് ഇബാദത്ത് നിങ്ങൾ തെളിവ് തന്നില്ല നാനല്ലല്ലേ തെളിവ് ക്യാസറ്റ് ബുട്ട് നിങ്ങളല്ലേ അത് കൊമന്റ് നിങ്ങൾ ചൊല്ലണോ
நீங்க சொந்தராது பாடில்ல அப்ப இந்த ஆதாரம் நீங்க பாடில்ல ചെന്നരല്ല നിങ്ങൾ പാടില്ല ചെന്നര നിങ്ങൾ ചെന്നര അത് കടുത്ത ಬಾಯಿಗೆ ಫಲಕ ಕಾಲಡಿಕದು ఎందుకొండుతూ భజనా మందిరతులు కూడా అనబిలికిన అంబిగా నా నిన్న నంబిన జగదంబాల నా నిన్న నంబిದೆ ಇಂದ್ರಗಳ ಕಾಡಿ ಕಡೆ ಮುಸ್ಲಿಯಾಕಮಾರುಳ್ಳಾರಲ್ಲ ಇಂದ್ರಗಳ ಕಾಂಟಿ ಕಡೆ ಐತೆ ಯಹೂದಿ ಮಾರ ಏಜೆಂಟ್ ಐತೆ ಬನ್ನಿ ಎಂದುಕೊಂಡು ನಾನು ಕೇಳ್ಕರಲ್ಲ ನಿಂಕ ಅಲ್ಲಾಹ್ ಕಾಂಟಿ ಮೊಯ್ಯದೀಶೇಖ ಬೆಲ್ಯಮ ಅಲ್ಲ ಅಲ್ಲಾಹ್ ಬೆಲ್ಯಮ സഹാബാക്കന്മാർ നിങ്ങൾ എന്ത് കൊണ്ടുത്തു നക്ക് ഒരേ ഒരു ഉത്തര ആക്കോ തീരാണ്ട് നാൻ ആധാരത്തണ്ടല്ല അത് രാത്രി ആക്കോനുಂಟು ಆಕೋನುಂಟುಂಡಲ್ಲೇ ಇನ್ನೊಂದು ಬಂದದ್ದು ಇನ್ನೊಂದು ಆಕೋನುಂಟುಂಡಲ್ಲೇ ಅದಕ್ಕೆ ನೋಡ್ಕಟ್ಟು ಆಕೋನುಂಟುಂಡಲ್ಲೇ നണ്ടതുണ്ട് നാക്ക് തരുവല്ല നീങ്ങി പേടിക്കില്ല ನಂಗೆ ಮುಚ್ಚಿ ಬೇಕಂದಿಲ್ಲ ಮುಚ್ಚಿ ಬೇಕು ನಂಗೆ ಮುಚ್ಚಿ ಬೇಕಿಲ್ಲ ನಂಗೆ ಮುಚ್ಚಿ ಬೇಕಿಲ್ಲ ಇಲ್ಲ ಆದ್ರೆ ಬಿಟ್ಟೆ ಅಂದ್ರೆ ನಿಂಗೆ ನಾನು ಚೆನ್ನಲ್ಲ ಅದಕ್ಕೆ ತಿಳಿವು ತರನು ಅದಕ್ಕೆ ಇಬಾದತ್ತು ನಿಂಗೆ ಚೆಂದ್ರಾರು ನಾನು ಎಂದ್ರಿಗೆ ಬಂದ್ರೆ ನಿಂಗಲೇ ಕ್ಯಾಸೆಟ್ ಪ್ರಚಾರ ಹಾಕಿರಾರ ಅದ್ರ ಬಂದೆ ತಪ್ಪು ನಿಂಗೆ ಚೆಂದರಲ್ಲ ನಿಂಗಲೇ ತಪ್ಪು ನಂಗೆ ನಾನು ಅದಕ್ಕೆ ಉತ್ತರ ಚೆನ್ನೆ ನಾ ಚೆನ್ನೆ ಇದು ಏದು ಬಾಯ ಫಲಕ ಅಪ್ಪು ಬಂತು ನಂದೋಡಿ ಕೇಳ್ಕಣ ಅಪ್ಪು ಕಲ್ಲು ಕುಡಿಕೋತಿ ನಾನು ಕುರಾನ್ ನೀ ಆಧಾರ ತಂಡೋಡ್ತೋ ನಾ ಕುಡಿಕಿರೆ ಮೆಂತು ಅದು ಬಂತ ಫಲ್ಕ ಐತಿ ಅದ್ರ ಗಾಡಿ ಕಡೆರ ಫಲ್ಕ ಐತಿ ರಾತ್ರಿ ಬಡ್ಕಿರ ನೀಗ ನಾನು ಕೇಟ ஒரு ಕ್ವಶನ್ಗೆ ನಿಂಗೆ ಉಂಟ ಉತ್ತರ ಇಲ್ಲ ಎಂದುಕೊಂಡು ಅಲ್ಲಾಹ್ರ ರಸೂಲ್ ಇಲ್ಲಾತ ರಾತ್ರಿ ನಿಂಗೆ ಎಡ್ಕೋ ಕಾರಣದಿಂದ ಚೊಂದು ಕೇಳಿದ್ರೆ ನಿಂಗೆ ಉಂಟ ಉತ್ತರ ಇಲ್ಲ ಪಿನ್ನ ಚೊಲ್ಲ ಎಡ್ಕೋತೀರ ಚೊಂದ ಆಧಾರ ಕೊಂಬರು ನಾ ಚೊಂದ ಈಜಿನ 600 ಬಂದದಾಯೆ 600 പിന്നെ ಬಂದದಾಯ ರಾತ್ರಿ ಬುಗು ನಗಲ ಕೊಂಡ ಆಧಾರ ಅಲ್ಲ ಕೊಂಬಂಡೆ ಆಧಾರ ಆಕ್ರಂಗ ಕೊಂಬರ್ನು ഇങ്ങനെ പല്ലി ബന്ധാക്കിയത് അല്ലാഹുവിന്റെ റസൂലില്ലാത്തതായ സഹാബാക്കന്മാർക്കില്ലാത്തതായ ഇമാമിക്കില്ലാത്തതായ റാത്തീബു നിങ്ങൾ എടുക്കോ കാരണം എന്ത് അപ്പൊ നാണ് ചൊന്ന് ഇത് അത്യന്ത നികൃഷ്ടമായ നീചമായ ഷിർക്ക് മാത്രമല്ല ആറാ യഹൂദര ഏജന്റുമാർ ഞങ്ങളെ കുഫ്റുക്കും ഷിർക്കും ആർക്ക് നിങ്ങളോട്ട് കൂടെ കയറ്റിക്കണം നമുക്ക് ട്രെയിനിങ് തണ്ടേ എന്തുകൊണ്ടു അവನು ಕೃಷ್ಣ ಭಜನಾ ಮಂದಿರತನು ಕೂಡ ಬಿಲ್ಕಿರ ಅಂಬಿಗಾ ಅದು ಸ್ಪೀಚ್ ನಿಂಗೆ അവിടെ മൈക്ക വെച്ചിട്ട് ಇನ್ನದು ಚೊಲ್ಲೋ ಬಂದಿರಲ್ಲ ನಾನು ಕೇಟ ಕೋಶನ್ ನಿಂಗೆ ಆನ್ಸರ್ ತರೋ ಬಂದ್ರಿ ಇನ್ನದು ರಾಮಾಯಣ ಚೊಲ್ಲೋ ನಾ ಬಂದಿರಲ್ಲ ಇದಕ್ಕೆ ನಿಂಗೆ ಆನ್ಸರ್ ತಾರ ಇಬಾದತ್ ಚಂದ್ರ ಇಬಾದತ್ ಚಂದ್ರ ಅದಕ್ಕೆ ಮುಂದೆ ಇದಕ್ಕೆ ಆನ್ಸರ್ ತಾರು ಅದಕ್ಕೆ ನಾ ಚಂದ್ರೆ ಅಲ್ಲ ನಂದೆ ಒರೇ ಕ್ವಶನ್ ಇಬಾದತ್ നിങ്ങളുടെ ഫലക്കാരൻ ಇಲ್ಲ ಇಲ್ಲಾತ ರಾತಿ ಒರೇ ಕ್ವಶನ್ ಇಲ್ಲಾತ ವಿಷಯ ಇಲ್ಲಾತ ರಾತಿ ಇದಿಲ್ಲಾತ ವಿಷಯ ಅಲ್ಲಾಹ್ರ ರಸೂಲ್ ಇಲ್ಲಾತ ರಾತಿ ಮೊಯ್ಯದ್ದೀನ್ ಶೇಖ್ ಎಡ್ಕೋ ಕಾರಣ ಅಂತ ಅದು ಎಷ್ಟು ನನಗೆ ಆಧಾರ നിങ്ങളെ ബായി മേൽ ನಾನು ಅಂಗೀಕರಿಸಿ ನಿಂಗೆ ವಿನ್ ಬಾಯಿ ಮೇಲೆ ನಿಂಗೆ ವಿನ್ ಫಲಕಾರ ಇಡಲು ನಿಂಗೆ ವಿನ್ ಮಾತ್ರ ಆಖರത്തിൽ വിന്നാവും ഈ ഫലക്കത്ത് സാക്ഷി എല്ലാ സാക്ഷി ഓക്കെ അതേ ഫലക്കത്ത് ബിയാറ്റ് നാച്ചല്ല നിങ്ങൾ അതേ ക്യാസറ്റിലുണ്ടല്ലേ ഖുർആന്റെ ആയത്ത് ഓതിരാറ് ആയത്ത് ഓത ಮತ್ತು ಫೆರೋಸಲು ನೀವು ಚೆನ್ನು ತನ್ನಾರು അങ്ങനല്ല ഇങ്ങനാക്ക് ആയെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് അതേ ആ തപ്പാക്കിട്ട് ഓതിട്ടുള്ളാറ് ജാഹിലിയല്ലേ ಇಸ್ಲಾಮು ಸುನ್ನತ್ತು ವಲ್ ಜಮಾತ್ ಚೊಂದು ಸಾಬೀತಾಕೋ ಸಾಧ್ಯಿಲ್ಲ ആരിട്ട് പൽക്ക നാ ചെന്നല്ലേ നിങ്ങൾ ಅದಕ್ಕೆ തെളിവ് அது அது நமக்கு தெரியாதது தெரியலன்னு சொல்றது நாங்கள ஒரு அசலை திக்கிறோம் அல்லாண்டு முஸ்லியாக்க தெரியாதது இட்டு புலம்புறಲ್ಲ ಈ ಶಿರ್ಕು இதுல காசு ஆக்கோ இதுல காசு ஆக்கிற தின்னுற முஸ்லியாக்கமா சமுதாயத்தை ஈமான் சமுதாயத்தை பைசா சமுதாயத்தை சோறு நீங்க சொல்ல உண்டு தீர்க்கிற முன்னு நீங்க சொல்லுவீங்க நெக்ஸ்ட் நீங்க எப்ப பண்டாரு அதுவும் நீங்க ரெக்கார்ட் ஆகட்டும் எப்ப நீங்க பண்டாரு எந்த சப்ஜெக்ட் நானும் நீங்க
വേറെ ആരും വേണവാവും അങ്ങനത്തെ ഒരു വിഷയം ഇല്ല ഇതിൽ. ಇದಕ್ಕೆ ಆನ್ಸರ್ ಎಪ್ಪತ್ತಂದ್ರೆ ಅಪ್ಪ ನಾನು ಇನ್ಶಾಲ್ಲ ಬಂದೆ. അപ്പൊ നിങ്ങൾ അത് ആൻസർ കൊണ്ടു ഏത് കൊണ്ടുത്തു ಇದು ನಂಗೆ ಗೌರ್ಮೆಂಟ್ ನಾನು ಇದು ಪ್ರಚಾರ ನಂಗೆ ಪತ್ತು ಪ್ರಚಾರ ಬೇಕು. ನಿಂಗೆ ರೆಕಾರ್ಡ್ ಹಾಕಿದ್ದು ನಾನು ರೆಕಾರ್ಡ್ ಹಾಕಿದ್ದು ಪ್ರಚಾರ ಹಾಕೋ ನಾನು ஒரு செகண்ட் நான் செல்ல அப்ப மனுஷமாறு சிந்திக்கிற மனுஷமாறு செல்லட்டு ஐதர் செலவிட கேன்சர் கேட்டுட்டு நான் எல்லட்டு கோஷன் ஆக்க ಬಂದ್ರೆ ಎಂದ್ರಿ ಚೆಂದಂಗ ಮೊಹಿಯುದ್ದೀನ್ ಶೇಖ್ಗೆ ನಂಗ ಹಾಕಿರ ರಾತೀಬ್ ಅಯ್ಯರ್ ಮೊಹಿಯುದ್ದೀನ್ ಶೇಖ್ எடுக்கிற ಇಬಾದತ್ ಅದು ಇಬಾದತ್ ಚಂದ್ರ ಐದರ ಸಲಪೆ ಚಂದ್ರ ಅದ್ರ ಕೋಶನ್ ಹಾಕೋಬೇನಾಯ್ತು ಅದ್ರ ಮೊಹಮ್ಮದ್ ಬೆಳ್ತಂಗಾಡಿ ಬಂದ್ರ ಅವಳಿಗೆ ಬಂದ ಚಾಂಬತ್ತುಗ ಇದಕ್ಕೆ ಅಯಲ್ಗ ಇಬಾದತ್ ಚೆಂದ ಜನ್ಮಕ್ಕೆ ಸಾಧ್ಯ ಇಬಾದತ್ ಚಂದ್ರ ಪ್ರಚಾರ ಹಾಕಿತಾ ಇದೆ. ಅದಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಅವ್ರು ಇಬಾದತ್ ನಿಂಗೆ ಚಂದ್ರ ನಂಗೆ ಆಯ್ಕೆ ಮುಂದೆ ಎಕ್ಸಾಮ್ எடுக்கிறாரா அங்கல நாங்க யஹூதி ஏஜென்ட் அல்லாஹ்வுடைய ரசூல் இல்லாட்டிக்கோ காரணம் அதுக்கு முஹம்மது அக்கறட்டிக்கு ஆன்சர் இல்ல சஹாபாக்களுக்கு ராத்தீப் இல்ல முஹம்மது அக்கற தம் இல்ல உமர் வில்கிற போல அல்லாஹ்வுள்ள சிஃபத் மொய்தி ஷேக் வெச்சு கொடுக்கறாரு முஹம்மது அக்கற தம் இல்ல பாயில പോലെ കാണാഞ്ഞാനിങ്ങളെ കൽഭാഗം എന്നവർ മുഹമ്മദ് അക്കറ ദം ഇല്ല നിന്റെ മൂരിതന്മാരാണ് നരകത്തിൽ നരകത്തേക്കാക്കും മാലത്തിൽ ചൊന്നവർ മുഹമ്മദ് അക്കറ ദം ഇല്ല. ರಿಪೀಟ್ ಹಾಕೋದು ನಾನಿಲ್ಲ ಎಂದು ಜನ നിങ്ങൾ അതേ റിപ്പീറ്റ് ആക്കി റിപ്പീറ്റ് ആക്കണ്ട നിങ്ങൾ ചൊന്നെ മുഹമ്മദ് ಐದರುಳ್ಳ ಆಳು ಗೊತ್ತ ಬಂದಿರಂತ നിങ്ങൾ ചൊന്നെ ಮೊಯ್ಯತಿ ಮಾಲಲ್ಲಿ ಎಂದ್ರ ಉಂಡು ಅದು ಪಾಡದು ನಾ ಚೆನ್ನಿಟ್ಲ ನಾನು ನಿಂಗೊಲ್ಲ நீங்க அங்கீகரிக்கிறாரா இல்ல அல்லாஹ்வுடைய காண்டிபல்ல ஸ்தான மொய்யத்தின் மாலின மொய்தி ஷேக் கொடுத்தாரு குராஃபி புரோண்டமாரு ഈ സുന്നി മുസ്ലിയാക്കന്മാർ ഈമാനും കാശും ചോറും ലൂട്ടും ഈ നികൃഷ്ടമായ മുസ്ലിയാക്കന്മാർ ഇണ്ട് സമുദായത്തെ ദ്രോഹാച്ചോണ്ടുള്ളാറ്. ഏത് ആധാരത്തിൽ നിങ്ങൾ ചൊല്ലേ ഏത് ആധാരത്തിൽ നിങ്ങൾ ചൊല്ലേ നിങ്ങൾ അത് ആൻസർ തരൂ. അത് ആൻസർ തന്നെ പിന്നെ റാത്തീബ് പാടില്ല ഇതിര 600 പിന്നത് വന്നതായ മൊയ്യദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി റാത്തീബ് എന്ത് പാടും നാല് ആധാരം കൊണ്ടുവന്നു ഇതിനെ കാണ്ടി വലിയ ജോക്ക് ഈ ദുനിയാവിലുണ്ട്. ನಾನು ನೀಂದು ಬೇಡೈತಿ ನೀ ಆಧಾರ ಕೊಂಬರ್ನು ಅಲ್ಲಾಹ್ ರಸೂಲ್ ಲೇಟ್ ಆಗುದು ನೀವು ಅವ್ರು ತೆಚ್ಚಿಟ್ಟು ರೆಕಾರ್ಡ್ ಆಗಿರುತ್ತಲ್ಲ ಬೇರೆ ಅದು ಫಲ ಕರ್ನಿಟ್ಟು ರೆಕಾರ್ಡ್ ಅದು ಕಂಡತಲ್ಲಿ ನಿಮಗೆ ಬಂದ್ರಿ ಅದನ್ನ ಹಾಕೊಂಡು ಅದ್ರ ಕ್ವಶನ್ ಹಾಕೋಲ್ಲಿ ನಾವು ಬಂದ್ರೆ ಆನ್ಸರ್ ಇಲ್ಲ ನೀವು ಸಾಧ್ಯ ಇಲ್ಲ ಜನ್ಮ ನಂದ ஒரு ಕ್ವಶ್ಚನ್ಗೆ நீங்க ಮೊಹಿಯುದ್ದೀನ್ ಶೇಖ್ ಇಬಾದತ್ ಚಂದ್ರ ಅದಕ್ಕೆ ನೀವು ಆನ್ಸರ್ ತನ್ನರು ಅಂತ ಹಿಂಗುಂಡಲ್ಲ ನಾನುಂಡಲ್ಲ ನಾನು ನಿಮಗೆ ನಾನು ಸುನ್ನಿ ಪ್ರಸ್ತಾವ ಅದು ನಾನು ಸಮುದಾಯಕ್ಕೆ ಶಿರ್ಕುಂ ಕುಫುರ್ಲು ಮುಕ್ಕಗು ಯಹೂದರಗಳ ಏಜೆಂಟ್ ಐತಿ ಈ ರಾತೀಬು ಮಯ್ಯ ಮನುಷ್ಯ ಅಲ್ಲಿಗೆ ನಕ್ಕುತ್ತರದನ್ನು ಅಲ್ಲಾಹ್ರ ರಸೂಲ್ಗಿಲ್ಲಾತದಾಯ ಆಧಾರ ಅಲ್ಲಾಹ್ರ ರಸೂಲ್ಗಿಲ್ಲಾತದಾಯ ರಾತೀಬು ಎಂದುಕೊಂಡು ನಿಂಗೆ ಎಡ್ಕೋ ಕಾರಣ ಅದು ಉತ್ತರ ತರ್ನು جزاك خير ഡ്യൂട്ടിണ്ട് സുഖല്ലേ ಓಕೆ ಅಪ್ಪ ನಿಂಗೆ ಅದಕ್ಕೆ ತಾತ್ಪರ್ಯ ಇಲ್ಲ ನಿಮಗೂ ಅಲ್ಲ ನಂಗಲ್ಲ ಈ ಒಂದು ಕ್ವಶ್ಚನ್ಗೆ ನೀವು ಇಲ್ಲ ನೀವು ಕಡ್ತೋ ನೀವು ಕಡ್ತರು ಚೊಂದಾರಲ್ಲ ನೀವು ಕಡ್ತರು ನಾ ಕಡ್ತಿಲ್ಲ ನಾನು ಕಡ್ತ ಅಲ್ಲ ನೀವು ಕಡ್ತು ಚೊಂದಾರಲ್ಲ ಈಗ ನಾನು ಮೊಹಮ್ಮದ್ ಸಂಗಡಿ ಐದರ್ ಸಲಕರೊಟ್ಟಿಗೆ ಉಂಡಲ್ಲ ನಕ್ಕು ಕೇಳ್ಕೊಬೇ ಮಾತ್ರ ನಕ್ಕು ಕೇಳ್ಕೊ ಅಲ್ಲ ದಿಪ್ಪನಿಗೆ ಚೊಲ್ಲೆ ದಿಪ್ಪನಿಗೆ ಚೊಲ್ಲೆ ಚೆನ್ನಾರಮ್ಮ ಚೊನ್ನಾರ ನನಗೆ ಪ್ರಚಾರ ಹಾಕೋ ಪ್ರಚಾರ ಹಾಕಿಂಗ್ ಚಂದ್ರ ನಾನು ಪ್ರಚಾರ ಹಾಕಿಂಗ್ ಚಂದ್ರ ಅದು ರೆಕಾರ್ಡ್ நீங்க ஹக்குன்னு பேடிக்கிறதுக்கு முகமதாக்க நீங்க ஹக்குன்னு நீங்க பேடிக்கிறது இல்ல நானங்கಂತ ಡ್ಯೂಟಿ ಆಗಿ ನಾನು சொன்னேன் ನಾನು ಎಂದಾವಷ್ಟು ತಪ್ಪು சொன்னீங்களே ചെന്നിട്ടുണ്ട് അത് എന്തെല്ലാം ഫലക പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മാക്കുണ്ടല്ലോ
നിങ്ങൾക്ക് എത്ര മണിക്ക് വേണം? നിങ്ങളുടെ അതേ അതേ ക്ലാസ് അല്ല അല്ലല്ല അതെ ഞാൻ മനസ്സിലാക്കി. അപ്പൊ അയാൾ മനസ്സിലാക്കി അയാൾ പറഞ്ഞു. ഞാൻ പ്രശ്നം പറയാം. ഇയാളെ ഒരു സീഡി കേട്ടു ഞാൻ മുസ്ലിം സമുദായത്തിൽ നിങ്ങൾ പലക്കാരണ്ട നിങ്ങൾക്ക് ഇതാ മുസ്ലിം സമുദായത്തിലുള്ള ഷിർക്ക് ചെന്നിട്ട് ഇയാൾ ഒരു സീഡി ഇറക്കി. അപ്പൊ ഞാൻ ആ സീഡിനെ കണ്ടു. ഒന്നാമത് ഇത് തലമറക്കന്റെ വിഷയമായിരുന്നു, അത് തീർന്നു. രണ്ടാമത് മൊഹിയുദ്ദീൻ ഷേഖ് നിങ്ങൾ എടുക്കുന്ന റാസിഫ്, അത് മൊഹിയുദ്ദീൻ ഷേഖ് നിൽക്കുന്ന ഇബാദത്താണ്, അത് കടുത്ത ഷിർക്കാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ കാസറ്റ് പറഞ്ഞു. ഞാൻ അപ്പൊ അതിന് ചോദ്യം ചെയ്തു. എന്തെന്ന് പറഞ്ഞാൽ മൊഹിയുദ്ദീൻ ഷേഖിനെ വിളിക്കാൻ പാടില്ല, അത് വിളിക്കുന്നവർ നമ്മളാണ്. അപ്പൊ നമ്മളെ വിശ്വാസം എന്താണെന്ന് അവിടെ നോക്കണ്ടേ? ഓക്കെ, കാരണം ഇത് തൗഹീദിന്റെ ഷിർക്കിന്റെ ഇടയിലുള്ള ഇത് മാനദണ്ഡം എന്ന് എനിക്കറിയാം. ഏത് കിതാബ് നോക്കിയാൽ പാഠത്തിൽ നോക്കിയാലും അവിടെ കാണും തൗഹീദ് ഷിർക്കിന്റെ മാനദണ്ഡം എന്താണെന്ന്. അപ്പൊ ആ വിശ്വാസത്തിൽ അപ്പൊ മൊഹിയുദ്ദീൻ ഷേഖിനെ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ അയാൾ ഷിർക്കാണ്, അത് മൊഹിയുദ്ദീൻ ഷേഖിനുള്ള ഇബാദത്തായി അന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ എന്റെ കാലുവേദന ആകുമ്പോഴത്തേക്ക് ഞാൻ ഉമ്മാനെ വിളിക്കുന്നുണ്ട്, ഉമ്മ മറിച്ച് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അയാൾക്കുണ്ട്. അപ്പൊ ഉമ്മാനെ വിളിച്ചോ? അപ്പൊ ഉമ്മാനെ വിളിക്കുവോ? അപ്പൊ അവിടെ എന്റെ വിശ്വാസം എന്താണ് അവിടെ ഉള്ളൂ? ഞാൻ ഉമ്മാനെ ഞാൻ അള്ളാഹുവാക്കി അല്ലെങ്കിൽ അള്ളാഹുവിനോട് സിഫത്താക്കിയാൽ അത് ശിർക്കായി ആവില്ല. അപ്പൊ നമ്മൾ മൊഹിയുദ്ദീൻ ഷേഖിനെ വിളിക്കുമ്പോൾ അത് വിശ്വാസം നോക്കേണ്ടത് നമ്മളതാണ്. നമ്മൾ എങ്ങനെ മൊഹിയുദ്ദീൻ ഷേഖിനെ കണക്കാക്കുന്നത്? അള്ളാഹുവായിട്ട് കണക്കാക്കുന്നത് അടുത്ത ശിർക്കാണ്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു തീർന്നില്ല. അപ്പൊ മൊഹിയുദ്ദീൻ ഷേഖിലേക്ക് ഞങ്ങൾ ആയിക്കോട്ടെ, അതിൽ മറുപടി പറയട്ടെ. നിങ്ങൾ പറഞ്ഞാൽ അതിൽ മറുപടി അതന്നെ നിങ്ങൾ റിപ്പീറ്റ് നിങ്ങൾ കുറേ പ്രാവശ്യം പറഞ്ഞു അതന്നെ പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ ആ ഇബാദത്ത് കഴിഞ്ഞു. മനസ്സിലായി മുഹമ്മദ് ഭായി. ആയിക്കോട്ടെ അത് പറയട്ടെ. നിങ്ങൾ എത്ര വരെ പഠിച്ചു? ഞാൻ പഠിച്ചത് നിങ്ങൾ അയാൾ ഇപ്പൊ മുസ്ലിയാറല്ല, അതുകൊണ്ടാണ് ഇപ്പൊ പഠിക്കുന്നു. ഞങ്ങൾക്ക് ഒരു നിങ്ങളെ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ പഠിപ്പിന് ഞാൻ ഇതാക്കാൻ വേണ്ടിട്ടല്ല. പിന്നെ എത്ര വരെ പഠിച്ചു മദ്രസയിൽ? നമ്മുടെ സാധാരണ മദ്രസയിൽ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ സാധാ മദ്രസയിൽ പഠിച്ചു 5 വരല്ല. ഞാൻ അതിന്റെ ശേഷം ദർസിലും പഠിക്കാൻ. അറബിക്ക് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ എല്ലാ പള്ളിയിൽ പോയിട്ടും എല്ലാ വിഷയത്തിലുള്ള കിതാബ് ഞാൻ ഏത് വിഷയത്തിലാണ് മൊയ്തീൻ ഷേഖ് വിളിക്കേണ്ടത്? ഏത് വിഷയത്തിൽ നമ്മൾ മൊയ്തീൻ ഷേഖ് വിളിക്കേണ്ടത്? നമ്മൾ സഹായം ചോദിക്കുന്ന ഒരു വിഷയം. ഏത് വിഷയം? കാരണം മുഹമ്മദ് ഭായി ഇപ്പൊ പറയണു ഏത് വിഷയത്തിലാണ് വിളിക്കേണ്ടതാണോ? അതാണ് നിങ്ങളുടെ ചോദ്യം. അതെ, ഒരു മിനിറ്റ്. പിന്നെ നമ്മൾ പടച്ചവനോട് കാവലിനെ ചോദിക്കും, പടച്ചവനോട് സന്താനങ്ങളെ ചോദിക്കും, പടച്ചവനോട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതിൽ ഏത് വിഷയത്തിനെയാണ് നമ്മൾ മൊയ്തീൻ ഷേഖിനെ വിളിക്കുന്നത്? നമുക്ക് ഏത് ആവശ്യമുണ്ട്? ഞാൻ പറയുന്ന മൊത്തത്തില് നമുക്ക് ഞാൻ എന്നെ പറയുന്നത്, ഞാൻ സമുദായത്തിന് പറയുന്നില്ല. ഞാൻ എന്നെ പറയുന്ന കാര്യം, ഞാൻ മൊഹിയുദ്ദീൻ ഷേഖിന്റെ അടുത്ത് സഹായം ചോദിക്കുമ്പോൾ എനിക്ക് ഏത് ആവശ്യമുണ്ട്, ഞാൻ ആ ആവശ്യം ഞാൻ മൊഹിയുദ്ദീൻ ഷേഖിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ചോദിക്കുന്നു? നിങ്ങൾ ആദ്യം പറഞ്ഞെന്താണ്? ഞാൻ എനിക്ക് വേദന എന്റെ ഉമ്മാനെ വിളിക്കുന്നു, അതുപോലെയാണ് മൊയ്തീൻ ഷേഖിനെ വിളിക്കുന്നത്. ഈ രണ്ടും നിങ്ങൾ കമ്പയർ അതുപോലെ ഞാൻ പറഞ്ഞില്ല. എക്സാമ്പിൾ പറഞ്ഞു. എന്തുകൊണ്ട്? കാരണം മനസ്സിലുള്ള വിശ്വാസം ഞാൻ ഉമ്മാനെ ദൈവാക്കുന്നില്ല, അതുപോലെ തന്നെയാണ് മൊയ്തീൻ ഷേഖിനെ ദൈവാക്കുന്നില്ല. അത് നിങ്ങൾ അതിലേക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് എടുക്കാതിരിക്കുക തള്ളാതിരിക്കുക. ഞാൻ എക്സാമ്പിൾ കിതാബിലുള്ളതല്ല. എക്സാമ്പിൾ മനസ്സിലാൻ വേണ്ടി പറയാം, തർക്കിക്കാൻ വേണ്ടി പറയാം. ഇവിടെ നിങ്ങൾ പറഞ്ഞു നമ്മൾ ഏത് വിഷയത്തിൽ ആരോടെല്ലാം സഹായം ചോദിക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് കിതാബുകൾ എഴുതി ചേർത്തപ്പെട്ടിട്ടുണ്ട്. സഹായം ചോദിക്കുന്ന വിഷയം എങ്ങനെ എല്ലാ കാര്യങ്ങളും ഏതെല്ലാം സഹായം ചോദിക്കാം, ഏതെല്ലാം ചോദിക്കാൻ പാടില്ല, ആരെല്ലാം വണങ്ങാൻ പാടില്ല, ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോ ഒരു വിഷയത്തെ കുറിച്ച് ഇപ്പൊ നിങ്ങളോട് 10 രൂപ ചോദിക്കുകയാണ്, അതെന്തുവാണോ? നിങ്ങളോട് ചോദിക്കണം എനിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം, എന്നാലും എനിക്ക് 10 രൂപ തരാൻ കഴിയുള്ളൂ. കാരണം എന്തെങ്കിലും എന്തായാലും തരാൻ കഴിയുള്ളൂ.
ആ സ്ഥാനത്ത് ഞാൻ മരിച്ചതിന് ശേഷം അത് നിക്ക് അതെ ഇതേ പറ ഇത് ചോദിക്കാന്ന് പറഞ്ഞു ഇവിടെ പിന്നെ കുറെ ആള് പറഞ്ഞില്ലേ നിക്ക് ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ അതിലേക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ തഫ്സീർ ഏത് വേഗത്തും നോക്കി എല്ലാവിധ സഹായം ഇപ്പൊ നിങ്ങളിന്ന് 10 രൂപ ചോദിക്കാൻ ഞാൻ വരികയാണ്. നമ്മൾ അള്ളാഹിനോട് പറയാം, അള്ളാഹുവേ ഞാൻ ഇന്നാളുടെ അടുത്ത് 10 രൂപയ്ക്ക് ചോദിക്കാൻ പോകുന്നുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കാൻ നീ എളുപ്പമാക്കണേ. ആ സഹായം നമ്മളെന്താ പറയുന്നത്? ഭേദമാക്കി തരണേ മൊയ്തീനോട് പറയുന്നതാണ്. എന്റെ അസുഖം ഭേദമാക്കി. അപ്പൊ നിങ്ങൾ 10 രൂപ തരുന്ന ആദ്യം നിങ്ങൾ എന്റെ ആരോട് പറയണം? അത് നമ്മൾ പറഞ്ഞില്ലെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആദ്യം അല്ല അതേ നമ്മൾ പറയുന്നത് കാരണം എന്തെന്ന് സംസാരിക്കുള്ളൂ. നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കൂലേ? നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം. പക്ഷെ ഈ വിശ്വാസം ഇസ്ലാമികമാണോ എന്നതാണ് ഇതാക്കുന്നത്. കാരണം പ്രവാചകന്റെ സഹാബികളോ അതാണ് നമുക്കുള്ള മാനദണ്ഡം. ഈ പ്രവാചകന്റെ സഹാബികളോ ഇങ്ങനെ വല്ല സഹായം ചോദിച്ചിട്ടുണ്ടോ? മാത്രല്ല ഞാനൊരു ചോദ്യം ഓർമ്മിച്ച് ഞാൻ ചോദിച്ചത് ഇതിനെക്കാണ്ട് മുമ്പ് ഇതിനെക്കാണ്ട് മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് ചോദിച്ചാല് അത് ദീനിന് തെളിവാവില്ല. എല്ലാ സഹായത്തിനും എല്ലായ്പ്പോഴും തെളിവാവില്ല. എല്ലാം എപ്പോഴും തെളിവാവില്ല. നിങ്ങൾ വായിക്കൊണ്ട് പറഞ്ഞാൽ പോരാ. അല്ല വായിക്കൊണ്ട് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചില ആളുകൾ ഞാൻ ഇയാളോട് ചോദിച്ചു റാത്തീബാണ് ഇയാളെ പ്രശ്നം. മൊയ്യദ്ദീൻ റാത്തീബ് ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ ഇല്ലാത്ത മൊയ്യദ്ദീൻ റാത്തീബ് എന്തുകൊണ്ട് ഹിജ്റ 600 ശേഷം എടുക്കാൻ കാരണം അണുമണി തൂക്കം ഈമാനുള്ളവരെടുക്കോ 600 ശേഷമാണല്ലോ വന്നത്. അതിലേക്ക് ഞാൻ പറഞ്ഞ മൊഹിയുദ്ദീൻ ഷേഖ് റാത്തീബ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് അയാൾ തെളിവ് ചോദിച്ചു. ഇതിന് ഞാൻ പറയട്ടെ, ഞാൻ ഒരേ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ഇയാള് കാസറ്റിന് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിന് ഞാൻ ചോദിച്ചല്ലേ? അയാൾ പറഞ്ഞു ഇവിടെ നോക്കി ഞാൻ ഒരേ ഒരു ചോദ്യം ഇയാളോട് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട് വലുതാണോ മൊയ്ഷ? അല്ല. സഹാബാക്കന്മാർ വലുതാണോ? സഹാബകർ വലുതാണോ? ഇമാമിങ്ങളോ എല്ലാരും കണ്ട് വലുതാണോ? അല്ല. അപ്പൊ എന്തുകൊണ്ട് ഇതോടെ മറുപടി പറഞ്ഞിട്ടില്ല? എന്തുകൊണ്ട് മുഹയ്യിദ്ദീൻ ഷേഖിനുള്ള റാത്തീബു അള്ളാഹുവിന്റെ റസൂൽ ഇല്ലാത്ത റാത്തീബു മൊയ്ഷേഖിനെ എടുക്കാൻ കാരണം എന്താണ്? അയാൾ ആരാണ്? അതിന് മറുപടി ഇല്ല ഇതുവരെ. ഞാൻ പറഞ്ഞ അതുകൊണ്ട് റാത്തീബിൽ മനസ്സിലാവുന്നത് നിങ്ങൾ റസൂൽ മാത്രമല്ല സഹാബി അല്ല, അള്ളാഹുടെ കണ്ട് മോളാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചില ആധാരം പറഞ്ഞു. കുപ്പീനകത്തുള്ള വസ്തുവിനെ പിന്നെ മലായിക്കമാർ നരകത്തെ മലായിക്കമാർ ഇതൊക്കെ ഇതൊക്കെ അതൊക്കെ വായിക്കാൻ മുസ്ലിയാക്കന്മാർക്ക് ഈ ശിർക്കും കുഫറും തലയിൽ ഇട്ടിട്ട് റാത്തീബെടുക്കുന്നത് ഞാൻ അംഗീകരിച്ചവനല്ലേ? അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞു അല്ല അങ്ങനല്ല. ഞാൻ പറഞ്ഞു അത് അംഗീകരിക്കില്ല എന്ന് പറയും. അതും പറയില്ല മൂപ്പർ. മൊയ്യദ്ദീൻ ഷേഖിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒന്നും തെറ്റില്ല എന്ന് പറയുന്നുണ്ട്. അല്ല ചിലപ്പോ ആരെങ്കിലും മുജാഹിദികൾ അപ്പൊ മുജാഹിദികൾ ചേർത്തത് അതെങ്കിലും പറയേതാണ്? അതും പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇയാള് മാനദണ്ഡവും ഇബാദത്തും ഹദീസും ചോദിക്കാൻ വന്നാല ഒരു ചെറിയ മറുപടി ഇതുവരെ തരാനായിട്ടില്ല ഇയാൾക്ക്. ഒരു ചെറിയ മറുപടി ഇതുവരെ തരാനായിട്ടില്ല ഇയാൾക്ക്. നിങ്ങൾ ചോദിച്ചോളെ വേണ്ട, നിങ്ങൾ ചോദിച്ചോളെ. അള്ളാഹുവിന്റെ റസൂലിനും ആർക്കും ഇല്ലാത്ത നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ഞാൻ അങ്ങക്ക് പ്രശ്നമില്ല. അത് ചോദിച്ചു എനിക്ക് അയാളാണ് എനിക്ക് മധ്യസ്ഥനായിട്ട് നിന്നല്ല. മധ്യസ്ഥനല്ല, അത് മധ്യസ്ഥാക്കണ്ട. അയാൾ മധ്യസ്ഥനായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടില്ല. അയാൾ നിങ്ങളോട് അയാൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് മധ്യസ്ഥനാണ് പറഞ്ഞത്. എന്തിനു വേണ്ടി നിങ്ങൾക്ക് മനസ്സിലായത്? മറ്റേ റാത്തീബില് അദ്ദേഹം പറഞ്ഞ ശിർക്ക് ഉണ്ടെന്നല്ല. മൊഹിയുദ്ദീൻ മൊഹിയുദ്ദീൻ റാത്തീബ് കഴിക്കുന്നവര് അത് മൊഹിയുദ്ദീൻ ഷേഖിനുള്ള ഇബാദത്താണ്. അത് തനിച്ച ശിർക്കാണ്. പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത ഇബാദത്താണ്. അതും പറഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് ഞാൻ അതിനെ ചോദ്യം ചെയ്യാൻ വന്നത്. അപ്പൊ നിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തെളിവുണ്ടാവാനല്ലേ? അപ്പൊ തെളിവ് അല്ലെങ്കിൽ ഹദീസ്
ഹദീസ് ഉണ്ടോ? അല്ല ഇജ്മാ അല്ല നിങ്ങൾക്ക് തെളിവ് പിടിക്കാല്ല. കാരണം ഹിജറ 6 ശേഷം വന്ന ഒറ്റ മൊത്തം വിദേഹത്ത് നിങ്ങൾ പറയുന്നുണ്ട് ഹിജറ തന്നെയാണത്. കൊണ്ടുവന്ന പച്ച ശിർക്കാണ്. നന്നായിട്ട് ഒരു ഹദീസ് പറഞ്ഞ ഒരു ഹദീസ്, നിങ്ങൾ ആരെങ്കിലും മുശ്രിക്കായി പോകുന്നു ഞാൻ ഭയപ്പെടുന്നില്ല, പക്ഷെ മുശ്രിക്ക് എന്ന് ആരോപിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഇത് അതിനാണ് കടുത്ത ശിർക്കല്ലേ ചന്ദ്രൻ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞ മറ്റേ നിങ്ങൾ മുസ്ലിം അല്ലാത്ത രീതിയിൽ മരണപ്പെട്ടു പോകരുത്. അള്ളാഹു പറഞ്ഞത് ഞാൻ പറയട്ടെ, മുസ്ലിം അല്ലാത്ത രീതിയിൽ അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഹദീസ് പറഞ്ഞതും ഇത് നിങ്ങൾ ഖുർആൻ ആയത് വേറെ വേറെ അത് പഠിച്ചു നോക്കിയിട്ട് ആദ്യം ഞാൻ തഫ്സീറൊക്കെ പിന്നെ നിങ്ങൾ അല്ലല്ല അങ്ങനല്ല. തഫ്സീർ എന്തിനാ ഇയാൾക്ക് റാത്തീബിന് ആധാരം കൊണ്ടുവരുന്നത് ഇതുവരെ പറ്റില്ല. എന്ത് തെറ്റിയത് നിങ്ങൾ ശിർക്കും കുഫറും സ്ഥാപിതാവില്ലല്ലേ? ഈ മുസ്ലിയാക്കന്മാർ ചെയ്യുന്ന ഈ കുഫറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വിളിക്കുമ്പോൾ സംസാരിക്കാം, വിളിക്ക്.